നമസ്കാരം. രാജ്യം തേടുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുമോ? ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ എന്തിന് രാജിവെച്ചു? കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളുമായി ധൻഖർ അടുക്കാൻ തുടങ്ങിയിരുന്നോ? അതാണോ മോദിയെ ചൊടിപ്പിച്ചത്? ധൻഖറിനെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ ഒരുങ്ങിയതാണ് പ്രതിപക്ഷം. അതേ ധൻഖറിനെതിരെ ഭരണപക്ഷവും അവിശ്വാസ നീക്കത്തിന് മുതിർന്നോ? തിങ്കളാഴ്ച നടന്ന രണ്ടാമത്തെ കാര്യോപദേശക സമിതി യോഗത്തിൽ നിന്ന് നദ്ദയും റിജിജുവും വിട്ടുനിന്നത് എന്തുകൊണ്ട്? 2027 ഓഗസ്റ്റിലെ വിരമിക്കുമെന്ന് ഈ മാസം 10-ാം തീയതി പറഞ്ഞ ധൻഖർ പൊടുന്നനെ രാജിവെച്ചത് എന്തുകൊണ്ട്? തിങ്കളാഴ്ച വൈകിട്ട് 4:30-നും രാഷ്ട്രപതിയെ കണ്ട് രാജി നൽകിയ 9:30-നുമിടയിൽ സംഭവിച്ചത് എന്തെല്ലാമാണ്? അതേ ദിവസം വൈകിട്ട് 7:30-ന് ധൻഖറും ജയറാം രമേശുമായി നടന്ന നീണ്ട ഫോൺ സംഭാഷണം എന്തിനായിരുന്നു? അങ്ങനെ ചോദ്യങ്ങൾ നിരവധിയാണ്. അതിനുള്ള ഉത്തരം ആര് തരും? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. എന്തിന് രാജിവെച്ചു? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്നും A റഹീം MP, കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, BJP സഹയാത്രികൻ ബിജു നായർ എന്നിവർ സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ A റഹീം MP, അങ്ങിരിക്കുന്ന ഈ രാജ്യസഭയിലെ അധ്യക്ഷനാണ് രാജിവെച്ചിരിക്കുന്നത്. ഒരു രാജ്യസഭാ അംഗമെന്ന നിലയിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നറിയാനുള്ള എല്ലാ ജനാധിപത്യ അവകാശങ്ങളും അങ്ങേക്കുണ്ട്. ഇതിൽ അങ്ങേക്ക് പക്ഷേ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? വ്യക്തമായ ഒരു വിവരവും ഔദ്യോഗികമായി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങ് പറഞ്ഞതുപോലെ തികച്ചും ആകസ്മികവും വളരെ പെട്ടെന്നുമായ ഉണ്ടായ സംഭവമായിരുന്നു യഥാർത്ഥത്തിൽ ഇത് സംബന്ധിച്ചുണ്ടായത്. വൈകുന്നേരം വരെയും വളരെ സജീവമായി സഭാ നടപടികളിലും. കേൾക്കാം റഹീം. എന്നെ കേൾക്കാമോ? കേൾക്കാം. എന്നെ കേൾക്കാലോ? അതായത് വൈകുന്നേരം വരെ തൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്ന ഒരാളായിരുന്നു ശ്രീ ജഗദീപ് ധൻഖർ. പക്ഷേ വൈകുന്നേരം വളരെ അപ്രതീക്ഷിതമായി സഖാവ് VS-ന്റെ മരണമറിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഈ വാർത്ത പുറത്തു വരുന്നത്. എന്തിനാണ് എന്ന് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് രാജ്യത്തിൻ്റെ മുമ്പിൽ. യഥാർത്ഥത്തിൽ അത് ഇതുവരെയും അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ ട്രഷറി ബെഞ്ച് തയ്യാറാകുന്നില്ല. ന്യായമായി പറയുന്നത് ആരോഗ്യപരമായ കാരണങ്ങളാലെന്ന്. പക്ഷെ അത് വിശ്വാസയോഗ്യമല്ല. പല കാരണങ്ങളാലല്ല. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യം കണ്ടതുപോലെ അന്ന് വൈകുന്നേരം വരെയും അദ്ദേഹം വളരെ എനർജറ്റിക്കായി കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ കണ്ട മുഴുവൻ MP-മാരും, സാധാരണഗതിയിൽ MP-മാരെല്ലാം സഭ ആരംഭിക്കുന്ന ദിവസങ്ങളിലും തുടർന്നുള്ള ദിവസങ്ങളിലുമെല്ലാം അദ്ദേഹത്തിൻ്റെ ചേംബറിൽ പോകാറുണ്ട്, ചായ കുടിക്കാറുണ്ട്, പരസ്പരം സംസാരിക്കാറുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായ എല്ലാവരും. അന്നും അതെല്ലാം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം. രണ്ടാമത്, ആരോഗ്യത്തിൽ പ്രശ്നമുണ്ടായിരുന്നുവെങ്കിൽ ഈ വരുന്ന ആഴ്ചയിൽ അദ്ദേഹം രാജസ്ഥാനിൽ ഉൾപ്പെടെ പൊതുപരിപാടികൾ കൊടുത്തിരുന്നു. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ അദ്ദേഹം അങ്ങനെ പൊതുപരിപാടികൾ ഷെഡ്യൂൾ ചെയ്യുമായിരുന്നോ? ഇല്ല. ഇനി പോട്ടെ, ആരോഗ്യ കാരണങ്ങളാലാണെങ്കിൽ ഇങ്ങനെ രാത്രിയുടെ മറവിൽ പെട്ടെന്നൊരു രാജിയുടെ ആവശ്യമുണ്ടോ? കാരണം അതിനു മുമ്പ്, സഭ ആരംഭിക്കുന്നതിന് മുമ്പ്, ഈ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനാകാമായിരുന്നു. ഈ സെഷനിടയിൽ ഇത്തരത്തിലൊരു ക്രൈസിസ് അദ്ദേഹമായിട്ടുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. നേരത്തെ തന്നെ അതാകാമായിരുന്നു. പൊടുന്നനെ ഒരു ഡോക്ടർ അഡ്വൈസ് വന്നു എന്നൊക്കെ വിശ്വസിക്കാൻ നമുക്കിപ്പോൾ സാധിക്കുകയില്ല. കാരണം അതല്ല അതിൻ്റെ വസ്തുത എന്നതുകൊണ്ടാണ്. അങ്ങ് പറഞ്ഞതുപോലെ വൈകുന്നേരം സഭ പിരിഞ്ഞ് തുടർന്നുള്ള മണിക്കൂറുകളിൽ രാജിവെക്കാൻ വേണ്ടി അദ്ദേഹം റൈസാന ഹില്ലിലേക്ക് പോകുന്നത് വരെയുള്ള നിമിഷങ്ങളിൽ എന്താണ് സംഭവിച്ചത്? അത് വളരെ കൗതുകമുള്ള രാഷ്ട്രീയ ഡെവലപ്മെൻ്റാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഞാൻ പറയുമ്പോൾ ശ്രീ ജഗദീപ് ധൻഖറിനോട് ഒട്ടേറെ അഭിപ്രായ ഭിന്നതകളുള്ള MP-യാണ് ഞാൻ, എൻ്റെ പാർട്ടിയുമാണത്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെൻറ്റിന് ഞങ്ങൾ നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നു. അദ്ദേഹത്തിനെതിരെ ശക്തമായ അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ വിരുദ്ധ പ്രവണതകളോട് തെല്ലും നമുക്ക് യോജിക്കാനാകില്ല. അദ്ദേഹം അങ്ങേയറ്റം രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോടുകൂടി സംഘപരിവാറിൻ്റെ അജണ്ടകൾ ഭരണഘടനാ സ്ഥാനത്തിരുന്നു കൊണ്ട് നടപ്പിലാക്കാൻ പ്രയത്നിച്ചു എന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ. അത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഒപ്പീനിയനാണ്. അത് ഞങ്ങൾ അതിനെതിരെ ശക്തമായി സഭയ്ക്കകത്തും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. നിങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അറിയേണ്ട കാര്യം ഈ ദുരൂഹതയുമായി ബന്ധപ്പെട്ട ആ മണിക്കൂറുകളാണല്ലോ. ഇപ്പോൾ അങ്ങയുടെ ശ്രദ്ധയിൽ വന്നു എന്ന് എനിക്കറിയില്ല.
ഇന്ത്യൻ എക്സ്പ്രസ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഇറങ്ങുന്ന പത്രം അല്ലേ, അവിടെ അവരുടെ ഇന്നത്തെ റിപ്പോർട്ടിൽ എന്ന് വെച്ചാൽ ഇന്നലെ ബ്രിട്ടാസ് പറഞ്ഞതായി കോട്ട് ചെയ്തിട്ട് തന്നെയുണ്ട്. അതിൽ പറയുന്നത് ബ്രിട്ടാസ് ഒരു കേന്ദ്രമന്ത്രി വിളിച്ച് ഉപരാഷ്ട്രപതിയുമായി വാക്കുതർക്കമുണ്ടായി, ശകാരിക്കുന്ന രൂപത്തിൽ സംസാരിക്കുകയുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ കേൾക്കുന്നു എന്നാണ്. അങ്ങനെ ഡൽഹിയിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കേൾക്കുന്ന കാര്യത്തിലേക്ക് വരാം. ഒട്ടേറെ നാളുകളായി ഈ കേന്ദ്ര സർക്കാരുമായി അഭിപ്രായ ഭിന്നതയിലേക്ക് അദ്ദേഹം നീങ്ങിയിരുന്നു എന്നാണ് കേട്ടുകേൾവി. ഇത് ഔപചാരികമായി പറയുന്ന കാര്യമല്ല, പക്ഷേ വസ്തുത ഏതാണ്? വളരെ ലൗഡായി കേൾക്കുകയാണ്. എവിടെയെങ്കിലും തെന്നി നിറച്ചും കേൾക്കുന്നതല്ല, വളരെ ലൗഡായി തന്നെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹവുമായിട്ട് ഒട്ടേറെ അഭിപ്രായ ഭിന്നതകളുണ്ടായിരുന്നു. അഭിപ്രായ ഭിന്നതകൾ എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ചില നയങ്ങളെ അദ്ദേഹം തുറന്ന് എതിർത്തിരുന്നു. തുടർന്ന് തങ്ങൾക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഏകാധിപത്യത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അതിൽ പ്രകടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ ജഗദീപ് ധൻഖർ BJP ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ BJPക്കാൾ ശക്തിയോടുകൂടി പാർലമെന്റിനുള്ളിൽ ചെയ്തതും അത് ഒക്കെയും ട്രഷറി ബെഞ്ച് ഭയങ്കരമായി മോദി ഉൾപ്പെടെയുള്ളവർ ആസ്വദിക്കുകയും ചെയ്തതാണ്. പക്ഷെ അങ്ങനെ ഒരാളായിരുന്നിട്ട് കൂടി ശ്രീ ജഗദീപ് ധൻഖർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ BJP ക്യാമ്പിന് അനഭിമതനായി എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ തുടർച്ചയാണ് അദ്ദേഹത്തിൻ്റെ ഈ രാജി. അപ്പോൾ വളരെ ഓവർ എ പീരീഡ് ഓഫ് ടൈം വളരെ പതുക്കെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും ഒരു ഘട്ടം കഴിഞ്ഞിട്ട് ഇദ്ദേഹം ജഗദീപ് ധൻഖർ അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരോട് പറഞ്ഞതായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, അദ്ദേഹത്തെ വളരെയധികം ബഹുമാനമില്ലാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുന്നു. മന്ത്രിമാർ അദ്ദേഹത്തോട് സഹകരിക്കുന്നില്ല. രാഷ്ട്രീയമായ വിയോജിപ്പ് എന്നോടവർ പ്രകടിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ നിലയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പലതരത്തിലും അദ്ദേഹം നടത്തിയതായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും തന്നെയും കുറേ അങ്ങോട്ട് പോയി വളരെ കാര്യങ്ങൾക്ക് ശേഷം ഏറ്റവും ഒടുവിൽ പെട്ടെന്നുണ്ടായ സംഭവം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ഡൽഹിയിൽ ഉള്ള കൈക്കൂലി കേസിൽ അനധികൃത പണം കണ്ടെത്തിയ കേസിൽ പ്രതിയേർക്കപ്പെടുന്ന അല്ലെങ്കിൽ അക്യൂസ്ഡായ കുറ്റാരോപിതനായ ജഡ്ജിയെ പുറത്താക്കുന്നതിനാവശ്യമായ ഇംപീച്ച്മെന്റ് നടപടികളിലേക്ക് ഇദ്ദേഹം ഏകപക്ഷീയമായി കടന്നു. രാജ്യസഭ ലോക്സഭയിൽ അത് നടപ്പിലാക്കാം എന്ന ധാരണയിൽ നിൽക്കവെയാണ് ഇദ്ദേഹം ഏകപക്ഷീയമായി ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യം കൂടി മുൻനിർത്തിക്കൊണ്ട് രാജ്യസഭയിൽ അതിനുള്ള നീക്കം നടത്തുകയും രാജ്യസഭയിൽ അതിന് അദ്ദേഹം നേതൃത്വം കൊടുത്തു എന്നെല്ലാം ഉള്ള കാര്യങ്ങളാണ് സ്ഥിരീകരിക്കാത്ത വാർത്തകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തിപരമായ താല്പര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജുഡീഷ്യറിയുമായിട്ടുള്ള അദ്ദേഹത്തിന് വ്യത്യസ്തമായൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. ജുഡീഷ്യറിയോടുള്ള ഏറ്റുമുട്ടൽ അതെല്ലാം വേറൊരു തരത്തിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഇതിൽ തമ്മിൽ രാഷ്ട്രീയമാണല്ലോ ശ്രീ വേണു. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലോക്സഭയിൽ നരേന്ദ്രമോദി നിശ്ചയിച്ച ഒരു സ്ക്രിപ്റ്റിൽ നിന്ന് ഒരാൾ അല്പം മാറി അഭിനയിച്ചു. അതാണ് പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാം. നരേന്ദ്രമോദിയുടെയും BJP ഗവൺമെന്റിന്റെയും സ്ക്രിപ്റ്റ് എന്നത് ഇതേ ഇംപീച്ച്മെന്റ് നടപടി ലോക്സഭയിൽ നടത്താം എന്നതായിരുന്നു. ഇത് വായിച്ചെടുക്കാൻ കാരണം, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ തന്നെ ഞാനത് വായിച്ചെടുക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ അന്നത്തെ റൂളിംഗ് ഉണ്ട്. ഞാൻ ഇന്ന് വൈകുന്നേരം ഈ രാജിവെക്കുന്നതിന് തൊട്ട് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ റൂളിങ്ങിൻ്റെ വെർബാറ്റം ഇപ്പോൾ അവൈലബിൾ ആണ്. ഞാനത് അങ്ങേക്ക് അയച്ചു തരാം. അതങ്ങ് വായിച്ചാൽ അതിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് വളരെ കൗതുകത്തോടെ കടന്നു പോകാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതിൽ അദ്ദേഹം വളരെ കാര്യമായി പറയുന്ന വളരെ പ്രസക്തമായ ഒരു കാര്യം, രാജ്യസഭയിൽ, ലോക്സഭയിൽ ആദ്യം തന്നെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നു, രാജ്യസഭയിൽ കൂടി താൻ നോട്ടീസ് ലഭിച്ചിരിക്കുന്നു. രാജ്യസഭയിൽ അങ്ങനെ നോട്ടീസ് ലഭിച്ചാൽ ഇനി ലോക്സഭയിലും രാജ്യസഭയിലും ഒരുമിച്ച് ഒരേ സമയം സ്പീക്കറും ചെയർമാൻ ഓഫ് ദി രാജ്യസഭയും ഒരുമിച്ചാണ് ഇംപീച്ച്മെന്റ് നടപടികൾ നടത്തേണ്ടത്. എന്നിട്ട് അദ്ദേഹം ഒരു വേള ആ റൂളിംഗ് നിർത്തിയിട്ട് വേദിയിലുണ്ടായിരുന്ന ഹൗസിലുണ്ടായിരുന്ന കിരൺ റിജിജുവിനോട്, നിയമമന്ത്രിയോട് ശ്രീ ജഗദീപ് ധൻഖർ ചോദിക്കുന്നുണ്ട്, അല്ലേ ലോ മിനിസ്റ്റർ, അങ്ങനെയല്ലേ നിയമം എന്ന് ചോദിക്കുന്നുണ്ട്. കിരൺ റിജിജു ഉത്തരം പറയുന്നുണ്ട്, ശരിയാണ്, അങ്ങനെയാണ് നടത്തേണ്ടത്, അങ്ങനെ പറയാൻ കഴിയുള്ളൂ, അതാണ് നിയമവും. തീർച്ചയായും അദ്ദേഹത്തിന് കൂടി ഇംപീച്ച്മെന്റ് നടപടികളിൽ പങ്കെടുക്കണമെന്ന താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ജഗദീപ് ധൻഖറെ വെച്ച് ഇംപീച്ച് ചെയ്യേണ്ടതില്ല, ഞങ്ങളുണ്ടാക്കിയ വേറൊരു സ്ക്രിപ്റ്റിന്മേൽ ലോക്സഭയിൽ നടത്തിക്കൊള്ളാമെന്ന രാഷ്ട്രീയ ധാരണ BJPക്കും ഉണ്ടായിരുന്നു. എന്ത് തന്നെ ആയാലും ഇതിൽ നിന്ന് ഇതാണ് ഏറ്റവും ഒടുവിലുണ്ടായ സംഭവം. കാരണം അദ്ദേഹം ഒടുവിലായി നടത്തിയ റൂളിംഗ് ഇതാണ്. ആ റൂളിങ്ങിന്റെ തുടർച്ചയിലാണ് അങ്ങ് പറഞ്ഞ മണിക്കൂറുകൾ. ആ മണിക്കൂറുകൾക്കിടയിൽ പിന്നെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നത് യാതൊരു സംശയവുമില്ല, വളരെ സ്പഷ്ടമായതെല്ലാം പുറത്തു വരേണ്ടി വരും. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ശ്രീ ജഗദീപ് ധൻഖർ തന്നെ അദ്ദേഹത്തിൻ്റെ നാവ് അനക്കി തുടങ്ങും, സംസാരിച്ചു തുടങ്ങും. അതെല്ലാം ഒരു കാര്യം വളരെ സ്പഷ്ടമാണ്. ഒരൊറ്റ വായനയിൽ പറഞ്ഞാൽ, ഇതെല്ലാം കഥ എന്തുമായിക്കൊള്ളട്ടെ,
BJP ക്യാമ്പിനകത്ത് ഉയർന്നു വരുന്ന അസംതൃപ്തിയും അസഹിഷ്ണുതയും ഒക്കെയാണ് ശ്രീ ജഗദീപ് ധൻഖറിന്റെ, അതായത് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി അസ്വാഭാവികമായി രാജിവെക്കാനിടയായ സാഹചര്യത്തിലേക്ക് നയിച്ചത്. അത് BJP ക്യാമ്പിനുള്ളിൽ ഉയർന്നു വരുന്ന പുകഞ്ഞു വരുന്ന അസ്വസ്ഥതകളും അസഹിഷ്ണുതയും ഒക്കെയാണ് എന്ന് നമുക്ക് നിഗമനത്തിലെത്താൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ശരി, ഡോക്ടർ ജിൻഡോ ജോൺ, ഈ റഹീം പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ BJPയെ പ്രതിരോധത്തിലാക്കുന്ന, കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഭവമാണ് ധൻഖറുടെ രാജി എന്ന് പറയുമ്പോഴും ധൻഖറിന് കോൺഗ്രസിനോട് അടുപ്പം വരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇപ്പോൾ ഈ പറയപ്പെടുന്ന ജയറാം രമേശുമായുള്ള ആ നിർണായകമായ ടെലിഫോൺ സംഭാഷണം, വൈകിട്ട് 7:30 നടന്ന ടെലിഫോൺ സംഭാഷണം, അത് എന്തിനായിരുന്നു എന്ന് BJP കേന്ദ്രങ്ങൾ പുറത്ത് നേരിട്ട് വന്ന് പറയാതെ മാധ്യമങ്ങളോട് ആ രൂപത്തിലുള്ള വിവരങ്ങൾ കൈമാറുന്നുണ്ട്. അപ്പോൾ BJPക്കും കേന്ദ്ര സർക്കാരിനും പ്രതിരോധത്തിലാകേണ്ടി വന്ന ഒരു വിഷയം എന്നതിനപ്പുറത്തേക്ക് ധൻഖറും കോൺഗ്രസുമായി എടുക്കുന്നതിൻ്റെ ഭാഗമായി ധൻഖറെ തള്ളുന്നു എന്ന ഒരു ആഖ്യാനമാണ് BJP വരുത്താൻ ശ്രമിക്കുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെ ഇതിൽ കക്ഷിയായി? അല്ല, ഇതിൽ ഞങ്ങൾ കക്ഷിയാകുക എന്ന് പറഞ്ഞാൽ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് പാർട്ടി ആ രീതിയിൽ മാത്രമേ കക്ഷിയാകുന്നുള്ളൂ. രാജ്യത്തിൻ്റെ രണ്ടാമത്തെ ഭരണഘടനാ പോസ്റ്റായിട്ടുള്ള രാഷ്ട്രപതി കഴിഞ്ഞാൽ രണ്ടാമത്തെ ആൾ ഉപരാഷ്ട്രപതി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് രാജിവെക്കുമ്പോൾ അതിൻ്റെ കാരണം ഈ ജനാധിപത്യ രാജ്യത്തുള്ള മുഴുവൻ ആളുകളോടും പൗരന്മാരോടും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. രണ്ടാളുകളാണ് ബോധ്യപ്പെടുത്തേണ്ടത്. ഒന്നുകിൽ ഉപരാഷ്ട്രപതി അദ്ദേഹം പറയുന്നത് ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് രാജിവെക്കുന്നു. രണ്ടാമത് കേന്ദ്ര സർക്കാരാണ്. അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ചട്ടകം പോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് മുമ്പ് സംസാരിച്ച എ റഹീം അത് കൃത്യമായിട്ട് ഓരോന്നും വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉപരാഷ്ട്രപതി പോസ്റ്റിൽ ഇരിക്കുമ്പോൾ ജഗദീപ് ധൻഖർ എടുത്തിട്ടുള്ള ഓരോ നിലപാടുകളും അത്തരത്തിലുള്ളതായിരുന്നു. അവസാന കാലത്ത് ഈ ജസ്റ്റിസ് വർമ്മയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഇംപീച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമാണ് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചതായി കാണുന്നുള്ളൂ. അപ്പോൾ മുഴുവൻ കാര്യത്തിലും ആ രാജിവെക്കുന്ന അന്ന് പോലും ഉച്ചയ്ക്ക് 12:30-ക്കും വൈകിട്ട് 4:30-ക്കും ഇടയ്ക്ക്, അതായത് രാജ്യസഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കേണ്ട കിരൺ റിജുവും അതുപോലെ നമ്മുടെ JP നഡ്ഡയും ഈ രണ്ട് ക്യാബിനറ്റ് മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുകയും ആ യോഗം വൈകിട്ട് 4 മണിക്കേക്ക് മാറ്റിവെക്കുകയും അന്നേരം പോലും പങ്കെടുക്കാതെ വരുമ്പോൾ അതിനുശേഷം ആ സമയത്തിനിടയ്ക്ക് നടന്നിട്ടുള്ള ചർച്ചകൾ എന്തൊക്കെയാണ്? പെട്ടെന്നൊരു ഒരു നിമിഷം ജഗദീപ് ധൻഖർക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ആരോഗ്യാവസ്ഥയാണോ ഇത്? അങ്ങനെയാണ് നമുക്ക് കരുതാൻ പറ്റില്ല. കാരണം ഈ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ചില രാജികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, RBI ഗവർണറായിരുന്ന രഘുറാം രാജൻ പെട്ടെന്ന് അദ്ദേഹം അടുത്ത ടെനുവറിലേക്ക് ഇരിക്കുന്നില്ല, രാജിവെച്ച് പോകുന്നു. അത് കഴിഞ്ഞിട്ട് അരുൺ ഗോയൽ ഇലക്ഷൻ കമ്മീഷണറായിരുന്നു, അദ്ദേഹം വ്യക്തിപരമായ കാരണം കൊണ്ട് രാജിവെക്കുന്നു. അശോക് ലവാസ അദ്ദേഹവും പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ രാജിവെക്കുന്നു. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി രാജിവെക്കുന്നു. ഇങ്ങനെ പലരും ഇത്തരത്തിൽ പല രാജികളും ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിന് കൂടി ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ നോമിനിയായിട്ട് BJPയുടെ നോമിനിയായിട്ട് ഈ പറഞ്ഞ ജഗദീപ് ധൻഖറെ ഉപരാഷ്ട്രപതിയായിട്ട് നിയമിക്കുന്നത്. അദ്ദേഹം ആ പോസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓരോ നിലപാടുകളും BJP സർക്കാരിന് അനുകൂലമായിട്ടായിരുന്നു. മാത്രമല്ല BJPയുടെ ഒരു മന്ത്രിയോ BJPയുടെ ഒരു MPയോ എടുക്കുന്നതിനേക്കാൾ ആവേശത്തോടു കൂടിയായിരുന്നു കോൺഗ്രസിനെയും പ്രതിപക്ഷ കക്ഷികളെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജഗദീപ് ധൻഖറിന്റെ ഓരോ നിലപാടുകളും. എന്തിന് സുപ്രീം കോടതിയുടെ നിലപാടുകളെ പോലും വിമർശിക്കാൻ, ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള സുപ്രീം കോടതിയുടെ നിലപാടിനെ പോലും വിമർശിക്കാൻ അദ്ദേഹം ആവേശം കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച ഈ രാജ്യസേവകൻ എന്തുകൊണ്ട് പെട്ടെന്ന് അദ്ദേഹത്തിന് അപ്പോഴാണ് ഒരു ആരോഗ്യാവസ്ഥ ബോധ്യം വന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും ഈ BJPക്കാരല്ലല്ലോ, നമ്മളൊക്കെ BJP ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരും ഇതല്ലാത്തവരും ഒക്കെയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ പൊതുബോധത്തെ, സാമാന്യ ബോധത്തെ വെല്ലുവിളിക്കുന്ന ഒരു അഭിപ്രായമാണ്. മാത്രമല്ല ഇവിടെ ഒരു പ്രത്യേകം കാണേണ്ടത്, ഉപരാഷ്ട്രപതി ആയിരിക്കെ ആ ടെനുവറിൽ BJP സർക്കാരിനും കേന്ദ്രമന്ത്രിസഭയ്ക്കും വേണ്ടി അത്രത്തോളം പണിയെടുത്ത ജഗദീപ് ധൻഖർ രാജിവെച്ചിട്ട് 10-16 മണിക്കൂറിന് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ആശംസ പോലും അറിയിക്കുന്നത്. അതെങ്ങനെയാണ്? അതിനിടയിൽ 2 പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് അവരുടെ ജന്മദിനാശംസ നേരാനായിട്ട് മോദി ഓർക്കുന്നുണ്ട്. അപ്പോഴും ജഗദീപ് ധൻഖറിന്റെ രാജി അദ്ദേഹം ഓർക്കുന്നില്ല, അറിയുന്നില്ല. അതെന്തുകൊണ്ടാണ്? മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെയും അജിത് പവാറിന്റെയും ഒക്കെ ജന്മദിനാശംസകൾ നേരാൻ സമയം കണ്ടെത്തിയ നരേന്ദ്രമോദി ജഗദീപ് ധൻഖറിന്റെ രാജിയെക്കുറിച്ചിട്ട് ഒരു അഭിപ്രായം പറയാൻ 16 മണിക്കൂറുകൾ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു അസ്വാഭാവികതയുണ്ട്. മാത്രമല്ല രാജിവെച്ച ഉപരാഷ്ട്രപതിക്ക് ഈ സഭയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു വിടവാങ്ങൽ പ്രസംഗത്തിന് പോലും
അവസരം നൽകാതെ ഒരു മര്യാദകേടും നമ്മളിവിടെ കാണുന്നുണ്ട്. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചില മര്യാദകേടുകൾ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതിനപ്പുറം ജഗ്ദീപ് ധൻഖറിനോട് യാതൊരുവിധ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും കോൺഗ്രസിനില്ല. സംഘടനാപരമായും രാഷ്ട്രീയമായിട്ടും ജഗ്ദീപ് ധൻഖറിനോട് അങ്ങനെ ഒരു താല്പര്യം കാണിക്കേണ്ട കാര്യവുമില്ല. കാരണം ഓരോ ഘട്ടത്തിലും കോൺഗ്രസ് നേതാക്കന്മാരെ വ്യക്തിപരമായി പോലും ആക്ഷേപിക്കാൻ വാക്കുപയോഗിച്ചിട്ടുള്ള നിലപാടുകൾ ഉയർത്തിയിട്ടുള്ള ആളാണ് ജഗ്ദീപ് ധൻഖർ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ പോസ്റ്റിൽ നിന്ന് അദ്ദേഹം രാജിവെക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ടിരുന്ന ചില മര്യാദകൾ, മാന്യമായ ഒരു വിടവാങ്ങൽ പ്രസംഗത്തിന് പോലും അവസരം കൊടുക്കാതെ എന്തുകൊണ്ട് BJP പുറത്തേക്ക് വിടുന്നു എന്നുള്ളതിന് മറുപടി പറയേണ്ടത് BJP തന്നെയാണ്. ശരി, ശ്രീ ബിജു നായർ, ഇവിടെ ഇപ്പോൾ ശരിയായി ജിൻഡോ ചൂണ്ടിക്കാട്ടിയ മുൻ രാജികളുണ്ട്. രഘുരാം രാജന്റെ കാര്യം, പിന്നെ RBI ഗവർണർ എന്ന് പറഞ്ഞ പദവിയിൽ നിന്നാണ് അദ്ദേഹം പോകുന്നത്. ആ കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടില്ല. അരുൺ ഗോയലിന്റെ കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ്. വ്യക്തിപരമായ കാരണങ്ങളെന്ന് മാത്രം പറഞ്ഞുകൊണ്ടായിരുന്നു രാജി. കൂടാതെ ആ ഘട്ടത്തിൽ ഈ 3 അംഗ ഇലക്ഷൻ കമ്മീഷനാണല്ലോ നമുക്കുള്ളത്. അതിൽ ഒരു സീറ്റ് വേക്കൻ്റായി കിടക്കരുത്. പിന്നെ രാജീവ് കുമാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ട ആ ഘട്ടത്തിലാണ് ഈ പറയുന്ന അരുൺ ഗോയൽ രാജിവെക്കുന്നത്, വ്യക്തിപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഈ പറയുന്ന അതിന് മുൻപ് നാം കണ്ടിട്ടുള്ളതാണ് അശോക് ലവാസയുടെ രാജി. അത് മോദിയുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട വിദ്വേഷ പരാമർശങ്ങളിൽ നടപടിയെടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് എന്ന വിവരങ്ങൾ പുറത്തുവന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ ചുറ്റിത്തിരിയുന്ന ദുരൂഹതകളുണ്ടായിരുന്നു. അതൊക്കെ ഇനി വേറെ സംവിധാനങ്ങൾ എന്ന നിലയിൽ ഒരു ആനുകൂല്യം BJPക്കും കേന്ദ്ര സർക്കാരിനും നൽകിയാലും അങ്ങനെയല്ല. രാജ്യസഭാ അധ്യക്ഷൻ്റെ ഈ പറയുന്ന രാജി, അത് രാജ്യസഭയിൽ ഇരിക്കുന്ന ഒരു അംഗമെന്ന നിലയിൽ റഹീമിന് അറിയേണ്ട അവകാശമുണ്ട്. അത് നിഷേധിക്കപ്പെടുകയാണ്. ആ രാജ്യസഭ എന്ന് പറയുന്നത് ജനബന്ധമില്ലാത്ത ഒന്നല്ല. അതുകൊണ്ട് റഹീമിലൂടെ ജനങ്ങൾക്കും അറിയേണ്ട അവകാശമാണ് സ്ഥാപിക്കപ്പെടേണ്ടത്. ഇത് മറ്റ് കേസുകൾ പോലെ അങ്ങ് മൂടി വെച്ച് കളയാം, അല്ലെങ്കിൽ നിശബ്ദമായി ഇതിനെ നേരിട്ട് കളയാം എന്ന സമീപനമാണ് ഇതുവരെ കേന്ദ്ര സർക്കാരിൽ നിന്നും BJP നേതൃത്വത്തിൽ നിന്നും വരുന്നത്. അപ്പോൾ ഒളിക്കാനുള്ളത് എങ്ങനെയാണ് BJPക്കും കേന്ദ്ര സർക്കാരിനും ആകുന്നത് ഈ കാര്യം? അല്ല, ഇവിടെ ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച CPM പ്രതിനിധി ആയാലും അതുപോലെ കോൺഗ്രസ് പ്രതിനിധി ആയാലും എടുത്തു പറഞ്ഞ ഒരു കാര്യം, ഉപരാഷ്ട്രപതി എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അത്ര ഒരു ഹൈ ഫ്ലൈയിങ് പെർഫോമൻസ് ആയിരുന്നില്ല എന്നുള്ളതാണ്. വളരെ കുറച്ചു കാലം മുമ്പ് ഡിസംബറിൽ ഈ ഉപരാഷ്ട്രപതിയെ തന്നെ പുറത്താക്കണം എന്നുകൊണ്ടൊരു നോ കോൺഫിഡൻസ് മോഷൻ വരെ ഇവർ അവതരിപ്പിച്ചതാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അന്ന് അവർ ആഗ്രഹിച്ചത് ഇന്ന് നടന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. അതാണ് അതിൻ്റെ രത്നച്ചുരുക്കം. ഇനി ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരികയാണെങ്കിൽ, സംശയം എന്താണ് ഇവിടെ? ഇദ്ദേഹം എന്തുകൊണ്ട് രാജിവെച്ചു? ഇദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് അദ്ദേഹത്തിന് ആരോഗ്യ കാരണങ്ങളാൽ ആണ് അദ്ദേഹം രാജിവെക്കുന്നത് എന്നാണ്. അതിൽ സത്യമുണ്ട്. പക്ഷെ അത് മാത്രമാണോ സത്യം എന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. മാർച്ചിൽ എയിംസിൽ അദ്ദേഹം അഡ്മിറ്റഡായി വരെ ചികിത്സ നേടിയതാണ്. ഈ കഴിഞ്ഞ മാസം ജൂണിൽ അദ്ദേഹം നൈനിറ്റാളിൽ, ജാർഖണ്ഡിലുള്ള നൈനിറ്റാളിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം തലകറങ്ങി വീഴുകയുണ്ടായി എന്നുള്ളതാണ് സത്യം. അപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ തീർച്ചയായും ഉണ്ട്. 74 വയസ്സുള്ള ആളാണ്. അദ്ദേഹം ഇങ്ങനെ രായ്ക്കുരാമാനം രാജിവെക്കുന്നത് ആരോഗ്യ പ്രശ്നം കൊണ്ട് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. വളരെ വ്യക്തമായി തന്നെ ഇവിടെ എല്ലാവർക്കും അറിയാം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന് പ്രതിപക്ഷ പാർട്ടികളോടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പോലെ തന്നെ അദ്ദേഹത്തിന് ഭരണകക്ഷി അംഗങ്ങളുമായും ഈ അടുത്ത കാലത്ത് പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഏതാണ്ട് തുടങ്ങിയത് ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിലുള്ള ആ ഒരു നോ കോൺഫിഡൻസ് മോഷന് ശേഷമാണ്. അപ്പം അദ്ദേഹം ആരോപിക്കപ്പെട്ടത് അദ്ദേഹം ബയസ്ഡായിട്ട് പെരുമാറുന്നു എന്നുള്ളതാണ്. ഭരണകക്ഷിയോട് കൂട്ടുചേർന്ന് പെരുമാറുന്നു, നിഷ്പക്ഷനായിട്ട് പെരുമാറുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നിഷ്പക്ഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഒരു പക്ഷം പിടിക്കാതെ പെരുമാറണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ ഒരു പക്ഷത്തോട്ട് ചായുന്നു, ചില സമയങ്ങളിൽ വേറൊരു പക്ഷത്തോട്ട് ചായുന്നു. അങ്ങനെ ഞാൻ ബാലൻസ് ചെയ്യുന്നതിലൂടെ നിഷ്പക്ഷനാകുന്നു എന്നുള്ള രീതിയിലാണ് ഉപരാഷ്ട്രപതി പെരുമാറിക്കൊണ്ടിരുന്നത്. അതിന് ചില ഉദാഹരണങ്ങളും കൂടെ എനിക്കിവിടെ എടുത്തു പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലോട്ട് വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ് പ്രസിഡന്റായിട്ടുള്ള എനിക്ക് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ആ ഒരു പരിഗണനകളൊന്നും ലഭിച്ചില്ല എന്ന് അദ്ദേഹത്തിന് വലിയ ഒരു പരാതി ഉണ്ടായിരുന്നു. പക്ഷേ സംഭവം എന്താണ്?
ഇന്ത്യയിലുള്ള വൈസ് പ്രസിഡന്റ് അല്ല അമേരിക്കയിലുള്ള വൈസ് പ്രസിഡന്റ്. അവിടെ പ്രസിഡന്റാണ് റൂൾ ചെയ്യുന്നത്, ഇവിടെ പ്രൈം മിനിസ്റ്ററാണ് റൂൾ ചെയ്യുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു ചെറിയ വ്യത്യാസം പോലും മനസ്സിലാക്കാത്ത രീതിയിൽ അദ്ദേഹത്തിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്ററിൻ്റെയും പ്രസിഡന്റിൻ്റെയും പടം വയ്ക്കുന്നതിൻ്റെ കൂടെ എൻ്റെ പടവും കൂടി വയ്ക്കണം വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്ലീറ്റ് ഓഫ് കാർസ് അതെല്ലാം മെഴ്സിഡസ് ബെൻസ് കാറുകൾ തന്നെ വേണം എന്നുള്ള ഒരു അഭിപ്രായം അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ പല രീതിയിൽ അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ചിന്താഗതികളിലേക്കൊക്കെ അദ്ദേഹത്തെ നയിച്ചത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹത്തിന് മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം വളരെ തഴക്കവും പഴക്കവും ചെന്ന ഒരു ലോയറാണെന്ന് മാത്രമല്ല രാഷ്ട്രീയത്തിലും അദ്ദേഹം വളരെ തിളങ്ങിയിട്ടുള്ള ഒരാൾ തന്നെയാണ്. പക്ഷേ ഈ ഒരു പോസ്റ്റിൽ വൈസ് പ്രസിഡന്റ് എന്നുള്ള ഒരു പോസ്റ്റിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ആളുകളുടെ അപ്രീതി നേടിയെടുക്കുന്നതിൽ മാത്രമേ വിജയിച്ചുള്ളൂ എന്നുള്ളതാണ് സത്യം. ഇനിയിപ്പോൾ ഏറ്റവും അവസാനം ഈ ഒരു ക്രൈസിസിലേക്ക് ഇത് കൊണ്ടുചെന്ന് എത്തിച്ചത് ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ ഇംപീച്ച്മെന്റ് പ്രൊസീഡിങ്സിലാണ്. അപ്പം അതിൽ പോലും എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുവാനുള്ള ആ ഒരു ലീഡർഷിപ്പ് അദ്ദേഹത്തിന് കാണിക്കാൻ സാധിച്ചില്ല. ഇവിടെ ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത് എല്ലാവരും ഭരണപക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ആ ഒരു ജഡ്ജിയെ യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യണം എന്ന അഭിപ്രായക്കാർ തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ് എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ലോക്സഭയിൽ അതിൽ വ്യക്തമായ നടപടിക്രമങ്ങൾ ആരംഭിച്ചതുമാണ്. അതിൽ പ്രതിപക്ഷ അംഗങ്ങൾ പോലും ആ ഒരു ഇംപീച്ച്മെൻറ്റിൽ ഒപ്പിട്ടത് തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു 3 അംഗ കമ്മിറ്റിയെ രൂപീകരിക്കുവാനുള്ള ശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരുന്നതാണ്. അപ്പം ആ ഒരവസരത്തിൽ എന്തുകൊണ്ട് രാജ്യസഭയിൽ ഭരണകക്ഷി അംഗങ്ങളുടെ അനുമതി പോലുമില്ലാതെ വെറും 60 പേർ മാത്രം ഒപ്പിട്ട ഒരു ഇംപീച്ച്മെന്റ് എന്തുകൊണ്ട് ഇദ്ദേഹം തുടർ നടപടികൾക്കായി സ്വീകരിച്ചു എന്നുള്ളതാണ്. കാര്യങ്ങളൊക്കെ ശരിയായിരിക്കുമ്പോഴും താങ്കൾ ഈ ധൻഖറിനെ പഴിക്കുമ്പോൾ ധൻഖർ എന്തോ പ്രതിപക്ഷ കക്ഷികളുടെ ഒരു നേതാവ് എന്ന മട്ടിലാണ് അങ്ങ് അദ്ദേഹത്തെ പറ്റിയുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. 2003 മുതൽ BJPയുടെ ഭാഗമായിട്ടുള്ള ആളാണ് ധൻഖർ, അതങ്ങ് മറന്നുപോയോ? പിന്നെ ഇത്രയും ഇപ്പോൾ ജനതാദള്, കോൺഗ്രസ്, BJP 3 പാർട്ടികളുടെ പശ്ചാത്തലമാണ് ഈ പറയുന്ന ധൻഖറിനുള്ളത് അല്ലേ? എന്നാൽ 6ഓ 7ഓ പാർട്ടികളുടെ പശ്ചാത്തലമുള്ള ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ 2013 മറ്റുമാണ് അദ്ദേഹം BJPയിലേക്ക് വരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിഴവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കായാലും തിരുത്തുകയും ചെയ്യാവുന്നതാണ്. ഒരു തടസ്സങ്ങളുമില്ലാതെ ഇപ്പോഴും വിവിധ പദവികളിൽ ഇരിക്കാൻ കഴിയുന്നു. 2003 മുതൽ BJPയെ മനസ്സിലാക്കിയ ഒരാളിന് എങ്ങനെയാണ് ഈ മെഴ്സിഡസ് കാറുകളുടെ ഒരു ഫ്ലീറ്റ് വേണമെന്ന് ആഗ്രഹിക്കുക? എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചിത്രവും കൂടെ വെക്കണമെന്ന് പറയുക? എന്തുകൊണ്ടാണ് വാൻസേക്ക് കിട്ടുന്ന അതേ പ്രാധാന്യം ഇദ്ദേഹത്തിനും പ്രോട്ടോകോൾ പ്രകാരം ഇവിടെ വേണം എന്നാവശ്യപ്പെടുന്നത്? ഇതിന് മറുപടി പറയേണ്ടത് ആരാണ്? റഹീമും ജിൻഡോയുമല്ല. നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഇത് BJP നേതാവ്, അതെ, ഇതിപ്പോ ഒരു BJP നേതാവാണോ അല്ലയോ എന്ന ഒരു അല്ലയോ ആണോ എന്നുള്ളതല്ല, BJP നേതാവ് എന്ന നിലയിൽ തന്നെ പറയണം. അങ്ങനെ ഒരു അല്ലയോ ഇല്ലയോ ഇപ്പൊ ഈ കാര്യത്തിൽ വേണ്ട. അതെ, അവിടെയാണ് ഞാൻ പറയുന്നത്. BJP നേതാവാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം വിമർശനത്തിന് അതീതനാണ് എന്ന് എങ്ങനെ നമുക്ക് പറഞ്ഞു വെക്കാം? അതല്ലല്ലോ വിഷയം. പറയുന്ന ഇവർക്ക് അപ്രിയകരമാകുന്ന കാര്യങ്ങളൊക്കെ ഒന്നൊഴിയാതെ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട്? അതെ, ഉപരാഷ്ട്രപതി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ വിലയിരുത്തുമ്പോൾ അത് വളരെ വസ്തുനിഷ്ഠമായി നമ്മൾ ചെയ്യണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് അദ്ദേഹം BJP നേതാവായത് കൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ചെയ്യണം എന്നൊന്നും പറയേണ്ട യാതൊരു BJP നേതാവ് എന്ന നിലയിൽ തന്നെയുള്ള പ്രവൃത്തികളായിട്ടേ ഇതിനെയൊക്കെ കാണാൻ പറ്റൂ. അല്ലാതെ ഖാർഗെയുടെ മൈക്ക് ഓഫ് ആക്കുമ്പോൾ മാത്രമല്ല ആ സമീപനം എടുക്കേണ്ടത്. അത് ശരിയായ സമീപനം എന്ന് നിങ്ങൾ പറയുക. നിങ്ങൾ എന്ന് വെച്ചാൽ BJP പറയുക അല്ലേ? അങ്ങനെയല്ലേ സംഭവിച്ചത്? ഈ കാര്യം വരുമ്പോൾ തള്ളി പറയുക. അതെങ്ങനെ ശരിയാവുക? അതാണ് വ്യക്തമായി ഞാൻ പറയുന്നത്. ഇദ്ദേഹത്തിന് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും വിശ്വാസത്തിലെടുക്കുവാൻ സാധിച്ചില്ല. ഇപ്പൊ തന്നെ ജയാ ബച്ചന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. 1, 2, 3 തവണ അദ്ദേഹത്തിന് വാണിംഗ് കൊടുത്തതാണ് ജയ അമിതാഭ് ബച്ചൻ എന്ന് പറയരുത് എന്ന്. അപ്പം ഇത് ഇവിടെ എല്ലാവരും അംഗീകരിച്ച ഒരു കാര്യമാണ്. അപ്പൊ ഇത്തരത്തിൽ ഇദ്ദേഹത്തിനെതിരെ പരാതികൾ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ കക്ഷികൾക്കാണ് കഴിഞ്ഞ വർഷം പരാതി ഉണ്ടായിരുന്നതെങ്കിൽ ഈ വർഷം
ഭരണകക്ഷിയിലുള്ളവർക്കും പരാതികൾ ഉണ്ടായി എന്നുള്ളതാണ് സത്യം. ഒടുവിൽ അദ്ദേഹം തന്നെ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കിയപ്പോൾ രാജിവെച്ച് ഒഴിഞ്ഞു. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം ആരോഗ്യപരമായ കാരണങ്ങളാണ്. ഇത്രയും നമുക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം. അതേസമയം അദ്ദേഹത്തിന് ഭരണകക്ഷിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തായിരുന്നു, അദ്ദേഹത്തിന് പ്രതിപക്ഷ കക്ഷികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തായിരുന്നു, ഇതൊക്കെ വളരെ വ്യക്തമായി തന്നെ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ ഇതെന്തോ വലിയ ഒരു ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ ഇവിടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്നത് വെറും രാഷ്ട്രീയ പ്രേരിതമായ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ്. യാതൊരു സംശയവുമില്ലാത്ത ഈ രൂപത്തിലുള്ള ഭിന്നതകൾ ധൻഖറിനുണ്ടായിരുന്നു എന്ന് ഏതെങ്കിലും ഒരു BJP നേതാവോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന ഏതെങ്കിലും ഒരാളോ ആധികാരികമായി പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംശയമൊന്നും ഉണ്ടാകില്ല. അന്തരീക്ഷത്തിൽ ഇതെല്ലാം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ അന്തരീക്ഷത്തിൽ ഇതൊക്കെ നിലനിർത്തുന്ന ഘടകമെന്ന് പറയുന്നത് ആരാ? അതിന്റെ ഉത്തരവാദിത്തം ആർക്കാ? അങ്ങ് പറയുന്നത് പോലെ BJPയും കേന്ദ്ര നേതൃത്വവും ഇത് വ്യക്തമാക്കിയിരുന്നെങ്കിൽ ഇല്ല അന്തരീക്ഷത്തിൽ. അത് ഇവിടെ പത്രം വായിക്കുന്ന എല്ലാവർക്കും കിട്ടാവുന്ന വിവരങ്ങൾ മാത്രമേ എനിക്കും കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ എന്നെ ഇവിടെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞ കാര്യങ്ങളല്ല ഞാനിവിടെ പറയുന്നത്. ജസ്റ്റ് ഒരു ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതെല്ലാം വളരെ വ്യക്തമായി തന്നെ എല്ലാവർക്കും വായിച്ചെടുക്കാവുന്ന രീതിയിൽ വളരെ വ്യക്തമായും വളരെ കൃത്യമായും തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ വായിക്കില്ല, അത് നമ്മൾ മനസ്സിലാക്കില്ല. നമ്മൾ ചില ദുരുദ്ദേശങ്ങൾ ഇവിടെ ആരോപിക്കും. ആ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് BJP ആണ്, BJP നേതാക്കളാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഒന്നാമതായി ശ്രീ ബിജു നായർ ഈ പറയുന്ന പ്രതിപക്ഷത്തോട് ഉപരാഷ്ട്രപതി എടുക്കുന്ന സമീപനവും ഭരണപക്ഷത്തോട് ഉപരാഷ്ട്രപതി എടുക്കുന്ന സമീപനവും ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന് എതിരായിട്ടുള്ള നിലപാട് അദ്ദേഹം എടുത്തു, പിന്നീട് ഭരണപക്ഷത്തിനെതിരായിട്ടുള്ള നിലപാടിലേക്ക് മാറിയപ്പോൾ അദ്ദേഹത്തിന് രാജിവെക്കാൻ നിർബന്ധിതമാകേണ്ടി വന്നു എന്നങ്ങ് വളരെ സാമാന്യവൽക്കരിച്ചതൊക്കെ പറയുന്നു. ഒന്നാമതായി പ്രതിപക്ഷത്തോടും ഭരണപക്ഷത്തോടും ഒരേ നിലപാടെടുക്കേണ്ടതായിരുന്നു. പ്രതിപക്ഷത്തോട് നിലപാടെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടല്ല അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നതെന്ന് അങ്ങയുടെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. ഭരണപക്ഷവുമായി എതിർപ്പുണ്ടായപ്പോഴാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരുന്നത്. അപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം റഹീം വ്യക്തമായി ചൂണ്ടിക്കാട്ടിയതുപോലെ രാജ്യത്തെ രണ്ടാമത്തെ ഭരണഘടനാ പദവിയാണ്. എത്ര മെഴ്സിഡസ് കാർ ഉണ്ടായാലും വാൻസുമായി താരതമ്യം ചെയ്യുമ്പോൾ പുറകിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാലും ചിത്രം വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും രാജ്യത്തെ സംബന്ധിച്ച് ഭരണഘടനാ പദവിയിൽ 2ാം സ്ഥാനക്കാരനാണ്. അദ്ദേഹത്തിന് ആ ഭരണഘടനാ പദവിയിൽ തുടരാനും കഴിയും. കാരണം എന്താണ്? അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെടാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി ഈ പറയുന്ന രാജി എന്നത് പിന്നെ ഏതെങ്കിലും രൂപത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ. കാരണം സ്വയം അതല്ലാതെ രാജിവെച്ച് പോകേണ്ട ഒരു സാഹചര്യവും ഭരണകക്ഷിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, അല്ലേ? അതൊക്കെ ആ ഭരണഘടനാ പദവിയുടെ പ്രത്യേകതകളാണ്. അപ്പോൾ എന്നിട്ടും അത് പോകേണ്ടി വരുന്നു പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന് അതൃപ്തി ഉണ്ടാകുന്നു, അതുകൊണ്ട് രാജിക്ക് നിർബന്ധമാകുന്നു. ആ അതൃപ്തി എന്താ എന്നത് പറയേണ്ടത് തന്നെയാണ്, വിശദീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ ബിജു നായർ പറയുന്ന ന്യായങ്ങളെ എങ്ങനെയാണ് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുക? വേണു, ഞാൻ അദ്ദേഹത്തിന്റെ സംസാരം കേട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചതേ ഈ ജഗ്ദീപ് ധൻഖർ രാജിവെക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഉപരാഷ്ട്രപതി ആക്കിയത് CPMഉം കോൺഗ്രസും ചേർന്നാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ ആരോ ആയിരുന്നു ഉപരാഷ്ട്രപതി ആയപ്പോൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം കുറേ കാലം മുമ്പ് കോൺഗ്രസ് വിട്ട് BJP ചേർന്ന ആളല്ലേ. ഇപ്പൊ BJPക്കാർക്ക് ഒരു ബന്ധവുമില്ല. എന്തോ മോശപ്പെട്ട വസ്തുവിനെ കുറിച്ച് പറയുന്ന പോലെയാണ് ജഗ്ദീപ് ധൻഖറെ കുറിച്ചിട്ട് അവർ പറയുന്നത്. രാജിവെച്ചാലും നിങ്ങളായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു നേതാവാണ്, അങ്ങനെ ഒന്ന് തള്ളിപ്പറഞ്ഞ് മിടുക്കന്മാരാവല്ലേ നിങ്ങൾ. ഇവിടെ ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് നല്ല പെർഫോമൻസ് ആയിരുന്നില്ല. നല്ല പെർഫോമൻസ് BJPക്കാരനായിരിക്കുമ്പോൾ തന്നെ ഒറ്റ സെക്കൻഡ് ജിൻഡോ, BJPക്കാരനായിരിക്കുമ്പോൾ തന്നെ അയാൾ വിമർശനത്തിന് അതീതമാണോ എന്ന് ചോദിക്കുന്നു. അതാ ഞാൻ പറയുന്നത്, അതിലേക്ക് ഞാൻ വരുന്ന വേണു. അദ്ദേഹം ഇവിടെ ബിജു നായർ പറഞ്ഞ കാര്യം എന്താ? ജഗ്ദീപ് ധൻഖറിന്റെ പെർഫോമൻസ് നല്ല രീതിയിലായിരുന്നില്ല. അല്ലെന്നേ, നമ്മൾ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്ന കഴിഞ്ഞ കുറേ വർഷങ്ങളായി. അന്നൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു എന്ന് പറഞ്ഞത് BJP. അതിനുശേഷം പറഞ്ഞത് പ്രതിപക്ഷം മാറ്റണമെന്ന് പറഞ്ഞ ഉപരാഷ്ട്രപതിയെ ഫലത്തിൽ ഇപ്പോൾ മാറ്റിയെന്ന്. അപ്പോൾ BJPയുടെ പ്രതിനിധി ആയിട്ട് വന്ന സഹയാത്രികനായിട്ട് വന്ന താങ്കൾ പറയണം, കോൺഗ്രസ് പറഞ്ഞതുകൊണ്ടോ പ്രതിപക്ഷം പറഞ്ഞതുകൊണ്ടോ ആണോ ജഗ്ദീപ് ധൻഖർ രാജിവെച്ചത്? അതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചതാണോ? BJP നിർബന്ധിച്ച് രാജിവെപ്പിച്ചതാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം താങ്കൾ പറയണം. 2, ഭരണപക്ഷ അംഗങ്ങളുമായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് പ്രശ്നമുണ്ടായി എന്ന്. അപ്പൊ ഈ രാജ്യത്തെ ഭരണപക്ഷ അംഗങ്ങളുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള തർക്കം രാജ്യസഭയ്ക്കകത്ത് ഉണ്ടായാൽ ഈ രാജ്യത്തെ രണ്ടാമത്തെ രാഷ്ട്രപതി കഴിഞ്ഞാൽ തൊട്ടടുത്ത ആള് ഉപരാഷ്ട്രപതിക്ക് ഭരണപക്ഷ അംഗങ്ങളുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ രാജിവെച്ച് പോകേണ്ട അത്ര ഗതികേടിലാണ് ഈ രാജ്യത്തെ ജനാധിപത്യം. അങ്ങനെയാണോ BJPയുടെ സഹയാത്രികൻ വിചാരിക്കുന്നത്?
ഉപരാഷ്ട്രപതിക്ക് പോലും കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങളോടോ കേന്ദ്ര മന്ത്രിസഭയെ പിന്താങ്ങുന്ന BJP-യുടെ MP-മാരോടോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഈ രാജ്യത്ത് സ്വതന്ത്രമായിട്ട് ആ ഭരണഘടനാ പദവിയിൽ ഇരിക്കാൻ പറ്റാത്തത്ര ജനാധിപത്യ വിരുദ്ധമായ ഒരു സർക്കാരാണോ ഈ രാജ്യം ഭരിക്കുന്നത്? അടുത്ത താങ്കൾ പറയുന്നത് എന്താ? അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ തുല്യമായ പദവിയല്ല, അദ്ദേഹത്തിന് ബെൻസ് കാറുകൾ ഇല്ലാത്തതിൽ ആക്ഷേപം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ചിത്രം പ്രധാനമന്ത്രിയോടൊപ്പം പ്രദർശിപ്പിക്കാത്തതിന്റെ പരാതി ഉണ്ടെന്ന്. ഈ 3 പ്രധാനപ്പെട്ട ആരോപണവും ഇപ്പോൾ BJP-ക്കാർ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. നിങ്ങൾ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കി നിർത്തി നിങ്ങളുടെ പിന്തുണയോടെ ജയിപ്പിച്ച ഉപരാഷ്ട്രപതിയായി നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത ജഗ്ദീപ് ധൻഖർക്ക് ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും രാഷ്ട്രീയ ബോധ്യവും സാമാന്യ ബോധവും ഇല്ലെങ്കിൽ നിങ്ങൾ എത്തരത്തിലുള്ള ആളുകളെ ഈ രാജ്യത്ത് ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയൊക്കെ ആക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്? അത് BJP-യുടെ കുറവാണ്. അടുത്ത താങ്കൾ പറയുന്നത് അദ്ദേഹം അപ്രീതി മാത്രം സമ്പാദിച്ചുവെന്ന്. അപ്രീതി മാത്രം സമ്പാദിച്ചുവെന്ന് BJP-ക്ക് ഇപ്പോഴാണ് തോന്നിയത്. പ്രതിപക്ഷത്തെ നേതാക്കന്മാരുടെ മൈക്ക് ഓഫ് ചെയ്യുമ്പോൾ, പ്രതിപക്ഷത്തെ നേതാക്കന്മാരെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വ്യക്തിപരമായി പോലും ആക്ഷേപിച്ചപ്പോൾ BJP-ക്കാർക്ക് അത് തോന്നിയില്ലേ? എന്തുകൊണ്ടാണ് തോന്നാൻ അപ്രീതിയാണ് സമ്പാദിക്കുന്നതെന്ന്? അപ്പൊ നിങ്ങളുടെ പ്രതിനിധിയായിട്ട് നിങ്ങൾ വിജയിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പണിയെടുപ്പിക്കുന്ന ഉപരാഷ്ട്രപതി ഇക്കാലവും അത്രയും നേടിയ അപ്രീതി നിങ്ങൾ കണ്ടില്ല. നിങ്ങളുടെ ഏതെങ്കിലും ഒരു MP-യുടെ കേന്ദ്രമന്ത്രിയുടെ അപ്രീതി നേടിയപ്പോൾ അതെന്തോ മോശപ്പെട്ട കാര്യം എന്ന് പറയരുത്. അടുത്ത താങ്കൾ പറയുന്നത് രാജ്യസഭയിൽ അദ്ദേഹം യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അപേക്ഷ സ്വീകരിച്ചു. അത് ചെയ്യാൻ പാടില്ലേ? അത് നിയമവിരുദ്ധാണോ? അത് BJP-യുടെ MP-മാരോട് അനുവാദം ചോദിച്ചിട്ട് വേണം നടത്താനായിട്ട്. താങ്കൾ പറഞ്ഞല്ലോ BJP MP-മാരോട് ചോദിക്കാതെ അവരോട് അഭിപ്രായം തേടാതെ ചെയ്തത്. അങ്ങനെ ഉപരാഷ്ട്രപതി ചെയ്യണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ അപേക്ഷ വാങ്ങിയതാണ് തെറ്റെങ്കിൽ ആ യശ്വന്ത് വർമ്മ എന്ന് പറഞ്ഞ ഈ കാട്ടുകളനായ ജഡ്ജിയുമായിട്ട് BJP-ക്ക് എന്താണ് ബന്ധം? BJP-ക്ക് എന്താണ് ബന്ധം? അത് BJP പറയണ്ടേ? ഇനി അടുത്തത് താങ്കൾ പറയുന്നത് ഈ രാജ്യത്തെ ഒരു BJP നേതാവും വിമർശനത്തിന് അതീതനല്ല എന്ന്. അങ്ങനെ മോദിയെ വിമർശിച്ചതിന്റെ പേരിൽ എത്ര മനുഷ്യരെയാ, ആയിരക്കണക്കിന് മനുഷ്യരെയാ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരിൽ, ഭാഷയുടെയും വസ്ത്രത്തിന്റെയും വിശ്വാസത്തിന്റെ ഒക്കെ പേരിൽ പിടിച്ചകത്തിട്ടത്. മോദി വിമർശനം ഒരു കുറ്റമാണെന്ന് പറഞ്ഞിട്ടില്ലേ BJP? കേന്ദ്ര സർക്കാരിനെതിരെ വിമർശിച്ചാൽ രാജ്യദ്രോഹമാണെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ BJP-യുടെ നേതാക്കന്മാർ ഇപ്പോൾ മാത്രമാണോ വിമർശനത്തിന് അതീതരാണ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ഉപരാഷ്ട്രപതിയുടെ കാര്യത്തിൽ മാത്രമാണോ ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? മോദിയുടെ കാര്യത്തിൽ ഇത് ആപ്ലിക്കബിൾ ആണോ? മോദിയെ ഞങ്ങൾക്ക് വിമർശിക്കാമോ? അദ്ദേഹം ഒരു BJP-യുടെ നേതാവ് കൂടിയാണല്ലോ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ. അപ്പൊ മോദിയെ വിമർശിച്ചാൽ ഈ രാജ്യത്തെ മനുഷ്യരെ മതത്തിന്റെയും ജാതിയുടെയും ഭാഷയുടെയും വിശ്വാസത്തിന്റെയും വസ്ത്രത്തിന്റെയും പേരിൽ പിടിച്ചകത്തില്ല എന്ന് ഉറപ്പ് തരാൻ ഈ ബിജു നായർക്ക് പറയാൻ പറ്റുമോ? അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രിൻസിപ്പിൾസ് പറയുന്നത്. അത് തെറ്റാണ്. ഞങ്ങൾക്ക് അറിയേണ്ടത് ഈ രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയായിരുന്ന മനുഷ്യൻ എങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് പലതരത്തിലുള്ള തീരുമാനമെടുത്ത് ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് തോന്നി രാജിവെക്കുന്നത്? ഉത്തരം പറയാൻ BJP-ക്ക് ബാധ്യതയുണ്ട്. ഇതിന്റെ പുറകിൽ ഓരോ ഘട്ടത്തിലും പ്ലേ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കളിക്കാർ BJP-ക്കാരായിരുന്നു. നിങ്ങൾ മറുപടി പറയണം. ജിൻഡോ, പക്ഷെ അപ്പോഴും ഈ നൈനിറ്റാളിൽ ഉദാഹരണം പറയുന്നത് കേട്ടില്ലേ ബിജു നായർ? അവിടെ ഒരു പരിപാടിക്ക് പോയപ്പോൾ കുഴഞ്ഞു വീണു. ഡൽഹി എയിംസിൽ സ്റ്റിൻഡ് വെക്കേണ്ട വേണ്ടി വന്ന ഒരു ഹൃദ്രോഗിയാണ്. എന്തിന് കേരളത്തിൽ വന്നപ്പോൾ പോലും അദ്ദേഹത്തെ അനാരോഗ്യം അലട്ടിയിരുന്നു, തടസ്സങ്ങളുണ്ടായി അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ പൂർത്തിയാക്കുന്നതിന്. ഈ കാര്യങ്ങളൊക്കെ ഒരു മറുവാദമായി പറയുന്നുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ വേണു, പണ്ട് എൻ്റെ ഒരു ഓർമ്മ, ഞാൻ തെറ്റാണെങ്കിൽ നിങ്ങൾ തിരുത്തണം, ഈ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അടൽ ബിഹാരി വാജ്പേയി ഇത്തരത്തിൽ പലതും മറന്നിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അന്നൊക്കെ നിങ്ങൾ തിരുത്തി അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചോ? ഞാൻ കണ്ടില്ല. ഇനി ഈ പറഞ്ഞ ജഗ്ദീപ് ധൻഖറിന് ഇത്തരത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് BJP-ക്ക് തോന്നിയിട്ട് നിങ്ങൾ മാറി നിൽക്കണമെന്ന് BJP ആവശ്യപ്പെട്ടിട്ടാണോ അദ്ദേഹം രാജിവെച്ചത്? ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ ഞാൻ. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ നാം ആ ഘട്ടത്തിൽ കേട്ടിട്ടുള്ളതാണ്, പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വന്നിട്ടുള്ളതാണ്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ബിജു നായർ, ഇവിടെ ഇപ്പോൾ ജിൻഡോ അക്കമിട്ട് അങ്ങേക്ക് നൽകിയ മറുപടികളുണ്ടല്ലോ, അതിനോടുള്ള അങ്ങയുടെ പ്രതികരണം. അതിപ്പോൾ കോൺഗ്രസ് പ്രതിനിധി വളരെയധികം ആവേശഭരിതനാകുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മോദിജിയെ വിമർശിക്കരുത് എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും വിമർശനം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ പറയട്ടെ, ഞാനും കേട്ടുകൊണ്ടിരിക്കാൻ തയ്യാറാണ്. വളരെ സന്തോഷത്തോടു കൂടി കേട്ടുകൊണ്ടിരിക്കും, യാതൊരു സംശയവുമില്ല അതിൽ. ഞാൻ വളരെ വ്യക്തമായി വീണ്ടും പറയുന്നു, ഭരണകക്ഷിയുമായി പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ പേരിലല്ല അദ്ദേഹം മാറിപ്പോകേണ്ടി വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജോലി കൃത്യമായി നിർവഹിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാ അംഗങ്ങളും, അത് ഭരണകക്ഷിയാകട്ടെ പ്രതിപക്ഷ കക്ഷികളാകട്ടെ, അവരെല്ലാം ഒത്തൊരുമിച്ച് കൊണ്ട് നമ്മുടെ രാജ്യസഭയുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല എന്ന് ഇവിടെ ഞാൻ സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെ വ്യക്തമായി രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞതാണ്. അങ്ങനെയുള്ള ഒരാളെ അദ്ദേഹം സ്വമേധയാ രാജിവെച്ച് പോയതാണ് എന്ന് നമ്മൾ മറക്കരുത്. രാജിവെച്ച് പോകുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമല്ല. അതിന്റെ കാര്യകാരണങ്ങളാണല്ലോ റഹീമും ജിൻഡോയും കൂടെ ചൂണ്ടിക്കാട്ടുന്നത്. പിന്നെ ബിജു നായർ, അങ്ങ് പറയുകയുണ്ടായി നേരത്തെ കൃത്യമായി പറയുകയുണ്ടായി, ഒരു സെക്കൻഡ്, പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട അപ്രീതി ഉണ്ടായി, ഭരണപക്ഷവുമായി ബന്ധപ്പെട്ടും അപ്രീതി ഉണ്ടായി എന്ന്.
അവിടെയാണ് ജിൻഡോ പറയുന്നത് ഒരാൾ രാജിവെക്കാൻ നിർബന്ധിതമാകുന്നത് പ്രതിപക്ഷത്തെ ഏതറ്റം വരെ അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിച്ചാലും കുഴപ്പമില്ല, അത് സംഭവിക്കില്ല അല്ലേ? അതേസമയം ഭരണപക്ഷത്തിന്റെ അതൃപ്തിക്ക് പാത്രമായാൽ ഉടൻ തന്നെ ഒരു സെക്കൻഡ് ഉടൻ തന്നെ രാജിവെക്കേണ്ട നിർബന്ധിതാവസ്ഥ വരുന്നുവെങ്കിൽ അതുവഴി എന്ത് ജനാധിപത്യമാണ്? കൃത്യമായി അതിന് മറുപടി ഞാൻ പറയാം. അതാണ് ഞാൻ പറഞ്ഞത്. ഭരണകക്ഷിയുമായിട്ട് ഒത്തുപോയില്ലെങ്കിൽ പിറ്റേന്ന് തന്നെ രാജി. പ്രതിപക്ഷ കക്ഷികളുടെ അപ്രീതിക്ക് പാത്രമായാൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഞാനിവിടെ വളരെ വ്യക്തമായി പറയുന്നത് രണ്ട് കക്ഷികളുമായും പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ഒരു അവസ്ഥയിൽ ഇദ്ദേഹത്തിന് ഇനി മുന്നോട്ട് എങ്ങനെ പോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ പ്രതിപക്ഷ കക്ഷികൾ കൊണ്ടുവന്ന പ്രതിപക്ഷവുമായുള്ള ഏറ്റുമുട്ടലാണ് എങ്കിൽ ഒരു സെക്കൻഡ് ബിജു നായർ അല്ലല്ല ഒന്നാമതായി പ്രതിപക്ഷവുമായുള്ള ഏറ്റുമുട്ടലാണ് എങ്കിൽ ഒരു ഉപരാഷ്ട്രപതിക്ക് രാജിവെക്കേണ്ട സാഹചര്യം വരുന്നില്ല. അത് 2024 മുതൽ നമ്മുടെ മുന്നിലുള്ള അനുഭവമാണത് അല്ലേ? എന്താ സംഭവിച്ചത്? അങ്ങ് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിശ്വാസ പ്രമേയ നീക്കം കൊണ്ടുവന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? അദ്ദേഹം അങ്ങ് മാറി നിന്നു. ചുമതലയുള്ള ഹരിവൻസ് നാരായൺ സിംഗ് അതെടുത്ത് തള്ളിക്കളഞ്ഞു. അതോടെ അധ്യായം അവസാനിച്ചു. ഒരു രാജിയിലേക്കും നിർബന്ധിതമാകുന്ന സാഹചര്യമല്ല അല്ലേ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണോ ഇപ്പോൾ സംഭവിച്ചത്? ഞാൻ അങ്ങോട്ട് കാര്യം ചോദിച്ചോട്ടെ, ഒരു സെക്കൻഡ് ഞാൻ അങ്ങോട്ട് കാര്യം ചോദിച്ചോട്ടെ. ഈ റഹീം അടക്കമുള്ളവർ ഈ പറയുന്ന ജഗ്ദീപ് ധൻഖർ പറയുന്ന കാര്യങ്ങളെ വിയോജിപ്പുണ്ടെങ്കിലും രാജ്യസഭാ സാമാജിക എന്ന നിലയിൽ അംഗീകരിക്കുന്ന എന്തുകൊണ്ടാണ്? ആ പദവിയെ ബഹുമാനിക്കുന്നതുകൊണ്ടാണല്ലോ. എങ്കിൽ ഈ പറയുന്ന യശ്വന്ത് വർമ്മയുമായി ബന്ധപ്പെട്ട നോട്ടീസിന്റെ കാര്യം അദ്ദേഹം സംസാരിച്ചതിന് ശേഷം പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? പിന്നീട് ഖാർഗെ അടക്കമുള്ളവർ മറ്റു വിഷയങ്ങൾ ഉന്നയിക്കുകയാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുകയാണ്. ആ ഘട്ടത്തിൽ വീണ്ടും ധൻഖർ ഇടപെട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഖാർഗെയെ അപ്പോൾ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ എന്താ പ്രതിപക്ഷവുമായിട്ടുള്ള നിലപാടിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് ധൻഖർ ഇടപെട്ട് സംസാരിക്കുകയാണ്. ആ ഘട്ടത്തിൽ JP നഡ്ഡ, പാർലമെന്ററി കാര്യ വകുപ്പ് അല്ല അദ്ദേഹത്തിനുള്ള അങ്ങേക്കറിയുമല്ലോ, JP നഡ്ഡ എഴുന്നേറ്റ് വന്ന് സംസാരിക്കുമ്പോൾ JP നഡ്ഡ പറഞ്ഞത് എന്താണ്? നത്തിങ് വിൽ ഗോ ഓൺ റെക്കോർഡ്, ഓൺലി വാട്ട് ഐ സേ വിൽ ഗോ ഓൺ റെക്കോർഡ്. ഇതാരാ പറയേണ്ടത്? സാധാരണത്തിൽ നമ്മൾ ആരുടെ നാവിൽ നിന്നാണ് ഇത് പറയുന്നത് കേൾക്കുന്നത്? ഒന്നുകിൽ ഓം ബിർള പറയണം, അല്ലെങ്കിൽ ജഗ്ദീപ് ധൻഖർ പറയണം, അല്ലെങ്കിൽ ആ പാനലിൽ ആ ഘട്ടത്തിൽ ഇവരില്ലാത്തപ്പോൾ ചുമതല വഹിക്കുന്ന ആ കസേരയിൽ ഇരിക്കുന്ന ആൾ പറയണം. നഡ്ഡയാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? അപ്പൊ ഇതൊക്കെ ഒരു വെള്ളരിക്കാപട്ടണമാക്കുകയാണോ നിങ്ങൾ? അല്ല, ഇവിടെ താങ്കളുടെ ചോദ്യത്തിന് വളരെ വ്യക്തമായ മറുപടി ഞാൻ നൽകാം. പ്രതിപക്ഷ കക്ഷികളുമായി ഉള്ള അപ്രീതി കാരണം ഇദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രതിപക്ഷങ്ങളുടെ അംഗബലം കുറവാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ ഉപരാഷ്ട്രപതിക്ക് തോന്നിയിരിക്കുകയാണ് ഒരു നോ കോൺഫിഡൻസ് മോഷൻ ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് മാനഹാനി ഉൾപ്പെടെ രാജിവെച്ച് പുറത്തു പോകേണ്ടി വരും എന്നുള്ള ഒരു അദ്ദേഹത്തിന്റെ അല്ല, അതിന്റെ കാരണം എന്താണെന്നാണ് ജിൻഡോ റഹീം വക്കമിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അപ്രിയകരമാകുമ്പോൾ മാനഹാനിയോടെ ഇറങ്ങിപ്പോയിട്ട് വരും. അത് വളരെ വ്യക്തമാണ്. അങ്ങനെയല്ല, വളരെ വ്യക്തമായി ഞാൻ പറയുകയാണ്, അത് അദ്ദേഹത്തിനുണ്ടായ ഒരു പേടിയാണ്. അദ്ദേഹത്തെ ആരും പുറച്ച് അടിച്ചതൊന്നുമല്ല. അങ്ങനെ ആരും ഇവിടെ വരച്ചു കാട്ടേണ്ട ആവശ്യവുമില്ല. അദ്ദേഹത്തിന് ഭരണപക്ഷത്തിലുള്ളവരോടുമായും അസ്വാരസ്യങ്ങൾ ഉണ്ടായി, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്ന് എല്ലാവരും സമ്മതിക്കുന്നതാണ്. ഇതിലിവിടെ ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. അതിന്റെ ബിജു നായരുടെ യുക്തി കണ്ടില്ലേ? അതായത് പ്രതിപക്ഷത്തിന് സ്വീകാര്യനായിരുന്നില്ല, ഭരണപക്ഷത്തിനും സ്വീകാര്യനാകാതെ വന്നതോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയാത്ത നിവൃത്തികേട്. അങ്ങനെ സ്വാഭാവികമായും കൂടുതൽ മാനഹാനി ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം രാജിവെക്കുന്നു. അങ്ങനെയല്ല, നമ്മളതിനെ കാണേണ്ടത് അത്ര ലാഘവത്തോടെയല്ല. ഇത് ഡെമോക്രസി ഇൻ ഡേഞ്ചർ എന്ന് കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന, രാജ്യത്തെ ഏറ്റവും പ്രമുഖരായ ഉന്നത നീതിപീഠത്തിലുള്ള ജഡ്ജിമാരെല്ലാം ഒരു ദിവസം പുറത്ത് വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ ആ വാക്ക് ഞാൻ എടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ അത് പ്രയോഗിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ നോക്കൂ. ഒന്ന് ലോക്സഭ, മറ്റൊന്ന് രാജ്യസഭ, മറ്റൊന്ന് പറഞ്ഞാൽ അപ്പോൾ പാർലമെൻ്റ് ഒരു വശത്ത്, അതോടൊപ്പം തന്നെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഭരണഘടനാപരമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കേണ്ട, ഭരണഘടന നിർവഹിച്ചിരിക്കുന്ന സ്ഥാനങ്ങളാണ്, ഇല്ലെങ്കിൽ സഭകളാണ്. അതിനെ ഇവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ബുൾഡോസ് ചെയ്യാണ്. ജനാധിപത്യത്തെയും ഭരണഘടനാ മൂല്യങ്ങളെയും ഈ സ്ഥാപനങ്ങളുടെ പവിത്രതയെയും ഇവർ ബുൾഡോസ് ചെയ്യാണ്. നിങ്ങൾ നോക്കൂ, ഇവിടേക്ക് തന്നെ വരൂ. ലോക്സഭയും രാജ്യസഭയും
എടുക്കുന്ന അതിൻ്റെ പൊതുവായ തീരുമാനങ്ങൾ, അതിൻ്റെ ചർച്ചകൾ, അതൊന്നുമില്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട ബില്ലുകൾ അപ്പം ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കാൻ വേണ്ടി ഈ ജഗദീപ് ധൻഖറിനെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കൂലിപ്പടയാളിയെപ്പോലെ ഉപയോഗിച്ചിട്ടുണ്ട്. ശരിയല്ലേ അത്? ഇനി ഇവിടെ ജിൻഡോ പറഞ്ഞ മൈക്ക് ഓഫ് ചെയ്തു എന്ന് ആവർത്തിച്ച് പറയുന്ന, വേണുവും പറയുന്ന, അതിനും അപ്പുറത്ത് എത്രയോ വലിയ കാര്യങ്ങൾ ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ളവരെ സസ്പെൻഡ് ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യസഭയുടെ ചരിത്രത്തിൽ കീഴ്വഴക്കങ്ങളിൽ ഇതുവരെ അന്ന് 20-ലധികം പേരാണ് സസ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ അത്രയും പേരെ സസ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെയും 1-2 ദിവസം, ഇല്ലെങ്കിൽ പരമാവധി എത്ര വരെ പോയാലും ആ സഭാ പീരീഡ് വരെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മൺസൂൺ സെഷൻ നടക്കുന്നത് 21 വരെയാണ് അവസാനിക്കുന്നത്, ഓഗസ്റ്റ് 21. ആ ഓഗസ്റ്റ് 21 ശേഷം ആ സസ്പെൻഷൻ തുടരുകയില്ല. അങ്ങനെ തുടർന്ന കീഴ്വഴക്കമില്ല. ചട്ടപ്രകാരം അത് തെറ്റാണ്. കീഴ്വഴക്കങ്ങളാൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇദ്ദേഹം പുതിയ കീഴ്വഴക്കം ഉണ്ടാക്കി. അത് നിങ്ങളുടെ ശുപാർശയിന്മേൽ ഒപ്പിട്ടതല്ലേ? അങ്ങനെ ചെയ്തേക്കൂ എന്ന് പറയുന്നത് ഒപ്പിടയല്ലേ? ഞാൻ പറയുന്നത് അങ്ങനെ പറഞ്ഞു ചെയ്യിപ്പിക്കേണ്ട ഇടാണോ അത്? നിങ്ങൾ പറയുന്നത് ഭരണപക്ഷത്തോട് പിശകിയാൽ അങ്ങനെ പോകാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ഭരണകക്ഷത്തിൻ്റെ വാറോലകളുടെ കീഴിൽ ഒപ്പിട്ട് നിൽക്കേണ്ട ഗതികേടുള്ള ഒരു സ്ഥാനമായിട്ടാണോ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിലെ ഉപരാഷ്ട്രപതി കസേരയെ കാണുന്നത്? അത് നോക്കൂ, അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇതാണ് പ്രശ്നം. അപ്പം ഞങ്ങൾ യഥാർത്ഥത്തിൽ ശ്രീ ജഗദീപ് ധൻഖർ എന്ന് പറയുന്ന വ്യക്തിയോട്, അദ്ദേഹം കാണിച്ച BJP അനുഭാവ നിലപാടുകളോട്, ജനാധിപത്യ വിരുദ്ധതയോട് ഇപ്പോഴും അഭിപ്രായ ഭിന്നതയുള്ളവരാണ്. എന്നിരിക്കലും അന്ന് രാവിലെ പോലും ജഗദീപ് ധൻഖറിൻ്റെ നിലപാടുകളോട് ശക്തമായി അഭിപ്രായ ഭിന്നതയുള്ളപ്പോൾ ഭിന്നത തന്നെ പറയുന്ന ആളാണ്. പക്ഷേ എന്താണ്, ആ പദവിയെ നമ്മൾ കാണണം. അത് ഭരണഘടനാപരമായ പദവിയാണ്. അവിടെ ആരിയ്ക്കുന്നു എന്നുള്ളതല്ല. ആ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾക്ക് അസുഖം കാരണം അയാൾക്ക് പുറത്തു പോകണം, അയാൾ റിട്ടയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ റിസൈൻ ചെയ്യുകയാണ്. എങ്ങനെയാണ് റിസൈൻ ചെയ്യേണ്ടത്? നിങ്ങൾ നോക്കൂ, ഇന്നത്തെ ദിവസം, നാളെ പാർലമെൻറ്റിൽ രാജ്യസഭയിൽ ശ്രീ കമൽഹാസൻ ഉൾപ്പെടെയുള്ളവർ രാജ്യസഭയിലേക്ക് എത്തുന്ന ദിവസമാണ് നാളെ. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ വരുന്ന ആ ഒഴിവുണ്ട്. ഇന്ന് പാർലമെൻറ്റിൽ നിന്ന് വളരെ പ്രമുഖരായിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള 6 പേര് ഇന്ന് റിട്ടയർ ആയിപ്പോയി. ആ റിട്ടയർ ആയിപ്പോയവരുടെ ഫെയർവെൽ സ്പീച്ച് ഉണ്ടായിരുന്നു. അത് അവരുടെ സ്പീച്ച് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് കക്ഷി നേതാക്കളുടെ സ്പീച്ച് ഉണ്ടായിരുന്നു. ഈവൻ JP നദ്ദ ഉൾപ്പെടെ ഇന്ന് ആശംസിച്ചു അവരെ ഫ്ലോറിൽ. അതൊരു ജനാധിപത്യ മര്യാദയുടെ ഭാഗമാണ്. അത് അവരുടെ ഡെമോക്രാറ്റിക്കായ അവകാശമാണ്. ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ഒരാൾക്ക് അങ്ങനെ സ്വന്തം നിലയ്ക്ക് പറയാൻ, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പറയാൻ, ഫ്ലോറിൽ ഞാനിതാ പോവുകയാണ് എന്ന് പറയാനുള്ള അവകാശം, അതും സഭ നടക്കുന്ന സമയം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സഭ നടക്കാത്ത സമയമാണെങ്കിൽ പിന്നെയും അതിനെ വിശദീകരിക്കാം. സഭ നടക്കുന്നൊരു സമയത്ത് വൈകുന്നേരം വരെ സഭയിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് തുടർന്നുള്ള മണിക്കൂറുകളിൽ നാളെ പുലർച്ചെ നിൽക്കുന്നതിന് മുമ്പ് രാജിവെച്ചേക്കണമെന്നൊരു തിട്ടൂരം കൊടുത്തത് ആരാണ്? അങ്ങനെ കൊടുക്കുന്ന ഈ കൂട്ടർ ഈ ഭരണഘടനാ സ്ഥാപനത്തോട്, ആ ഭരണഘടനാ സ്ഥാനത്തോട് എന്ത് മതിപ്പാണ് വെച്ച് പുലർത്തുന്നത്? അതിൻ്റെ അർത്ഥം BJP ഗവൺമെൻറ്റിനും RSSനും ഭരണഘടനയോട് അങ്ങേറ്റത്തെ പുച്ഛാണ്. ഞങ്ങൾ പറയുന്നത് കേട്ട് തമ്പ്ര വിളിച്ച് നിന്നില്ല എങ്കിൽ നിന്നെയൊക്കെ പുറത്താക്കി കളയുമെന്നാണ്. അത് ആരോടാണ് പറയുന്നത്? BJPയുടെ ക്യാബിനറ്റിൽ ഒരു മന്ത്രിയെ പുറത്താക്കുന്നെങ്കിൽ നിങ്ങൾ പുറത്താക്കിയോ? ഒരു ഘടകകക്ഷി നേതാവിനെ പുറത്താക്കുന്നെങ്കിൽ പുറത്താക്കിയോ? BJPയുടെ ഒരു MPയോട് രാജിവെക്കാൻ പറയുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ രാത്രിയിലെങ്കിൽ രാജിവെച്ചോ? പക്ഷേ ഇതങ്ങനെ അല്ലല്ലോ. നിങ്ങൾ വോട്ട് ചെയ്ത്, നിങ്ങൾ ശുപാർശ ചെയ്ത് വന്നയാളാണ് എങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ കസ്റ്റോഡിയന്മാരിൽ ഒരാളാണ്. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവി നിർവഹിക്കുന്നയാളാണ്. ആ പദവിയോട് നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അത് നിങ്ങളിങ്ങനെയാണ് പെരുമാറിയത്. അതിന് നിങ്ങൾ മറുപടി പറയണ്ടേ? ശരി, ഇനി പോട്ടെ, ഇനി അതിൻ്റെ പൊളിറ്റിക്കൽ വശത്തേക്ക് വരാം. നിങ്ങൾ ഇത്രയും കാലം ഇദ്ദേഹത്തെ എന്ത് പറഞ്ഞാൽ ഡിഫെൻഡ് ചെയ്തത്? ഒന്ന് ഭരണഘടനാ പദവി മാത്രമല്ല, കിസാൻ പുത്രൻ എന്നായിരുന്നു, കർഷക പുത്രൻ. ഞങ്ങൾ പലപ്പോഴും ജഗദീപ് ധൻഖറിന്റെ ജനാധിപത്യ വിരുദ്ധ ചെയ്തികളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തായിരുന്നു, BJP നേതാക്കൾ നഡ്ഡ ഉൾപ്പെടെയുള്ളവർ ഭയങ്കരമായി ഞങ്ങൾക്കെതിരെ, ഈവൻ അമിത്ഷാ ഉൾപ്പെടെ ശക്തമായി ഞങ്ങൾക്കെതിരെ ശക്തമായി വാദിച്ചത് എന്തായിരുന്നു? കർഷകപുത്രനെ അപമാനിക്കുന്നത് രാജ്യം കാണുന്നു എന്നാണ്. കർഷകപുത്രനെ ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ്. പാർലമെന്റിന്റെ പുറത്ത് നടന്ന ഒരു ഡെമോൺസ്ട്രേഷനിൽ, ഒരു പ്രതിഷേധ പരിപാടിയിൽ ബംഗാളിൽ നിന്നുള്ള ഒരു ലോക്സഭാംഗം തൃണമൂൽ കോൺഗ്രസ് ഒരാള് ഇദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. കല്യാൺ ബാനർജി ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ആ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് അന്ന് ആ മണിക്കൂറുകളിൽ തന്നെ വൈറലായി. തൊട്ടടുത്ത മണിക്കൂറിൽ രാജ്യസഭ കൂടുമ്പോൾ ഇതൊരു വലിയ പ്രശ്നമായി, വൈകാരികമായി ശ്രീ ജഗദീപ് ധൻഖർ തന്നെ മുൻപോട്ട് അവതരിപ്പിച്ചു, എന്നെ ഇമിറ്റേറ്റ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം തന്നെ അതിന് തുടക്കം കുറിച്ചു, ഒരു കർഷക പുത്രനായതാണ് നിങ്ങളുടെ പ്രശ്നം.
അപ്പോൾ ആ വികാരത്തെ പിടിച്ചുകൊണ്ട് തുടർന്നുള്ള മണിക്കൂറുകൾ എത്ര ദിവസമാണ് ട്രഷറി ബെഞ്ചിലുള്ളവർ എഴുന്നേറ്റ് സഭ തടസ്സപ്പെടുത്തിയത്? പ്രതിപക്ഷമാണല്ലോ സഭ തടസ്സപ്പെടുത്തുന്നത്. ഇതല്ല, ഭരണപക്ഷത്തുള്ളവർ എല്ലാവരും മന്ത്രിമാരുൾപ്പെടെ എഴുന്നേറ്റ് പ്രശ്നം ഉണ്ടാക്കിയില്ലേ? അപ്പോൾ അന്ന് നിങ്ങൾ അദ്ദേഹത്തെ നിങ്ങൾ നോക്കൂ, ഒരു വ്യക്തിയെ എങ്ങനെയൊക്കെയാണ് BJP വിപണനം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ സമുദായം, അദ്ദേഹത്തിൻ്റെ സംസ്ഥാനം, അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം, കർഷക കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഈ 3 കാര്യങ്ങളെയും തരാതരം പോലെ രാഷ്ട്രീയമായി ഉപയോഗിച്ചവരാണ് നിങ്ങൾ. അതൊന്നും വളരെ പിറകിലൊന്നുമല്ല ഈ അടുത്ത കാലം വരെ. എന്നിട്ട് ഉപയോഗിച്ചിട്ടോ നിങ്ങളോട് അദ്ദേഹത്തിനോടുള്ള വിയോജിപ്പ് തോന്നാനുള്ള പ്രധാന കാരണം എന്താണ്? കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് ഒരു പരിപാടിയിൽ ഈ ഗവൺമെന്റിന്റെ കർഷക വിരുദ്ധ നയങ്ങളെക്കുറിച്ച് അദ്ദേഹം പരസ്യമായി പ്രതികരിച്ചു. നിങ്ങളെ അസംതൃപ്തിയാക്കിയ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് നിങ്ങൾ നോക്കൂ, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിക്ക് പോലും ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഇല്ല. പിന്നെ എങ്ങനെയാണ് വേണുവിനും എനിക്കും ഈ ഇരിക്കുന്ന ജിൻഡോയ്ക്കും ഉള്ളത്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൗലികാവകാശം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിക്കില്ല. ആ ഉപരാഷ്ട്രപതി അത് പറഞ്ഞത് മുതൽ അദ്ദേഹം പ്രശ്നക്കാരനായി. പിന്നീട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വരികയാണ്. അപ്പൊ അതിന്റെ അർത്ഥം വളരെ ലളിതമാണ്. ജനാധിപത്യം അപകടത്തിലാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളോട് ഇത്ര വിലയെ ഈ BJP ഗവൺമെന്റിന്റെ കാലത്ത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്ന് പറയുമ്പോൾ, ഭരണഘടനയെ സ്നേഹിക്കുന്ന, ഈ സംവിധാനം ഇങ്ങനെ നിലനിന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും BJP ഗവൺമെന്റിനെതിരെ ശബ്ദമുയർത്തേണ്ടതുണ്ട് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ഡോക്ടർ ജിൻഡോ ജോൺ, ഇവിടെ ഇപ്പോൾ റഹീമും ചൂണ്ടിക്കാട്ടുകയുണ്ടായി, വല്ലാതെ കേന്ദ്ര സർക്കാരിനെ പ്രകോപിപ്പിച്ച ഒന്നായിരുന്നു ഈ ശിവരാജ് സിംഗ് ചൗഹാനെ വേദിയിലിരുത്തിക്കൊണ്ട് കർഷകരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരാമർശം എന്നത്. പക്ഷേ അത് 2024 ഡിസംബറിലാണ്. നിങ്ങൾ ഈ അവിശ്വാസ പ്രമേയമൊക്കെ കൊണ്ടുവരുന്ന അതേ ഘട്ടത്തിലുമാണ്. പിന്നീട് ഇത്രയും മാസങ്ങൾ കടന്നു പോയിരിക്കുകയാണ്. അത് ക്ഷമിക്കാവുന്നൊരു പിഴവാണ് എന്ന് കേന്ദ്രം കാണുന്നുവെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. അടിയന്തരമായി ഇപ്പോൾ രാജിക്ക് നിർബന്ധിക്കുന്ന ഒരു ഘടകമായി അതിനെ കാണാൻ കഴിയുമോ എന്നതാണ്. അതിനപ്പുറത്ത് ഇപ്പോൾ ഈ മൺസൂൺ സെഷൻ തുടങ്ങുന്നതിന് മുൻപ് ഖാർഗെയെ ഔദ്യോഗിക അവസ്ഥയിലേക്ക് ക്ഷണിക്കുക, ആശയവിനിമയം നടത്തുക, അത് പിന്നെ രാജ്യസഭയിലെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലാണെന്ന് വേണമെങ്കിൽ കരുതാം. കേജ്രിവാളിന് എന്ത് പദവിയാണുള്ളത്? കേജ്രിവാളിനെ വിളിക്കുന്നു, ഇതുപോലെ തന്നെ ആശയവിനിമയം നടത്തുന്നു. അങ്ങനെ കൂടുതൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ ക്യാമ്പുമായി ആശയവിനിമയം നടത്തുക. അതിൻ്റെ കാരണം ഈ പറയുന്ന അവിശ്വാസ പ്രമേയത്തിൻ്റെ നീക്കം അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലായി അദ്ദേഹത്തിന് തോന്നി. അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള മറുതന്ത്രം എന്ന നിലയിലായിരുന്നു എന്ന് പറയുന്നു. എന്തിനേറെ ഇപ്പോൾ ലോക്സഭയിൽ സംയുക്ത പ്രമേയമായി വരേണ്ട ഈ യശ്വന്ത് വർമ്മയുമായി ബന്ധപ്പെട്ട വിഷയം ഏകപക്ഷീയമായി ഏറ്റെടുത്ത് ചെയ്യുന്ന രൂപത്തിലേക്ക് വരെ വരികയാണ് ധൻഖറിൻ്റെ നടപടി. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ 53 ഒപ്പിട്ട ആളുകളും എന്ന് പറയുന്നത് പ്രതിപക്ഷ നിരയിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഭരണപക്ഷത്തെ മുഴുവൻ അകറ്റി നിർത്തിക്കൊണ്ട് പ്രതിപക്ഷത്തിന് ക്രെഡിറ്റ് കിട്ടാവുന്ന ഒന്നായി, എന്നാൽ അതിൻ്റെ ചാമ്പ്യനായി സ്വയം വെച്ചുകൊണ്ടുള്ള കരുനീക്കങ്ങൾ ധൻഖർ നടത്തിയിരിക്കുന്നു. ഇതാണ് അടിയന്തരമായി കേന്ദ്ര സർക്കാരിനെയും മോദിയെയും എല്ലാം ചൊടിപ്പിച്ചത് എന്ന് കരുതേണ്ട വിവരങ്ങൾ പുറത്തു വരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇതിലേതെങ്കിലും തരത്തിൽ കോൺഗ്രസ് കക്ഷിയായോ എന്ന്. അല്ല വേണു, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. അത് ബിജു നായരോട് ചോദിക്കേണ്ടതുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ജഗദീപ് ധൻഖർ ഉപരാഷ്ട്രപതി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വലിയ ഫെയിലിയർ ആയിരുന്നു. ആ വാക്കാണ് ഉപയോഗിച്ചത്, ഫെയിലിയർ ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ സ്വമേധയാ രാജിവെച്ചു എന്നാണ് ബിജു നായരുടെ ട്രിക്ക്. ഞാൻ ചോദിക്കട്ടെ, ഈ വലിയ പരാജയമായിരുന്ന ഉപരാഷ്ട്രപതി സ്വമേധയാ രാജിവെക്കുന്നത് വരെ എന്തുകൊണ്ട് BJP തുടരാൻ അനുവദിച്ചു? അത് ഈ രാജ്യത്തോട് ചെയ്യുന്ന ഒരു വലിയ വഞ്ചനയല്ലേ? നമ്മുടെ ജനാധിപത്യ ക്രമത്തോട് ചെയ്ത ഒരു വലിയ വഞ്ചനയല്ലേ? അത് BJP ഏറ്റെടുക്കോ? രണ്ടാമത്തത്, അന്ന് പ്രതിപക്ഷം ഇംപീച്ച്മെന്റിന് വേണ്ടി ശ്രമിച്ചു എന്ന് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യത്തിൽ ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചു. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പരാജയപ്പെട്ട ഉപരാഷ്ട്രപതിയെ തുടരാൻ അനുവദിച്ചത്? ഞങ്ങളോടൊപ്പം നിങ്ങൾക്കും ഇംപീച്ച്മെന്റിന്റെ ഭാഗമാകാമായിരുന്നല്ലോ. അന്ന് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്തു ഈ പരാജയപ്പെട്ട ഉപരാഷ്ട്രപതിയെ. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത വാദം വരികയാണ്, ഇപ്പോൾ ഭരണകക്ഷിയിലെ നേതാക്കന്മാരുടെ അവിശ്വാസത്തിന് പാത്രമായി, അതുകൊണ്ട് അദ്ദേഹം ഇംപീച്ച് ചെയ്യുമോ എന്നുള്ള ഭയത്തിൽ രാജിവെച്ചു. അതാണ് എൻ്റെ പോയിന്റ്.
ബിജു നായർക്ക് ഈ 2 പോയിന്റ് മാറ്റിയും മറിച്ചും പറയുന്നത് അദ്ദേഹത്തിന് തന്നെ ഒരു വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്ക് അക്കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഭരണകക്ഷിയുടെ നേതാക്കന്മാരുടെ വിമർശനം ഏറ്റുവാങ്ങിയാൽ, അവരുടെ എതിർപ്പിന് പാത്രമായാൽ ഉപരാഷ്ട്രപതിക്ക് പോലും ഈ രാജ്യത്തെ ആ ഭരണഘടനാ സ്ഥാപനത്തിൽ തുടരാൻ പറ്റില്ല എന്നുള്ള അത്ര ഗതികേടിലാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം പോകുന്നത് എന്നാണ് BJPയുടെ സഹയാത്രികൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന്റെ വാദത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം വേണു, ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് പോലും ബഹുമാനം കൊടുക്കാത്ത ഒരു പ്രസ്ഥാനമാണ് BJP. കേന്ദ്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഈ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന നമുക്കറിയാമല്ലോ. ഏതൊക്കെയോ സ്വാമിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പൂജയുടെ സമയത്ത് പോലും ഇന്ത്യൻ രാഷ്ട്രപതി, നമ്മുടെ പ്രഥമ പൗരയ്ക്ക് അവിടെ ഒരു വേദി ഉണ്ടായിരുന്നില്ല, ഇടമുണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് പോലും ഇടമില്ലാത്തത്ര അന്യവൽക്കരിക്കപ്പെട്ടു നമ്മുടെ ജനാധിപത്യ ക്രമം. അവിടെയാണ് ഉപരാഷ്ട്രപതി ഇവരുടെ എതിർപ്പിന് വിധേയമായപ്പോൾ സ്വയം രാജിവെച്ച് പോകേണ്ടി വന്നത്. അതൊരു വലിയ മാതൃക എന്ന് പറയണ്ട. ഈ ലോകം ചുറ്റി സഞ്ചരിക്കുന്ന നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിക്ക് നാണക്കേടാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള പ്രവർത്തിക്കേണ്ട ഈ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ പോസ്റ്റിലിരിക്കുന്ന ഉപരാഷ്ട്രപതി പെട്ടെന്നൊരു സമയം രാജിവെച്ച് പോകുക എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുമ്പിൽ ഈ രാജ്യം കൊടുക്കുന്ന നെഗറ്റീവായിട്ടുള്ള ഒരു സന്ദേശമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ജസ്റ്റിസ് ലോയയുടെയും ഹരൻ പാണ്ഡ്യയുടെയും അല്ലെങ്കിൽ ഗോപിനാഥ് മുണ്ടയുടെ ഒക്കെ ഗതികേട് വരാത്തത് അദ്ദേഹത്തിന്റെ ഭാഗ്യം, നല്ല ഭാഗ്യം എന്ന് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ BJPയുടെ ഇഷ്ടക്കേടിന് പാത്രീഭൂതമായാൽ എത്രത്തിൽ സംഭവിക്കുമെന്ന് ഈ പറഞ്ഞ ആളുകളുടെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അടുത്തത് വേണു പറഞ്ഞ ചോദ്യം, പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ കണ്ടു അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ കേട്ടു എന്നുള്ളതൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തെ ഉപരാഷ്ട്രപതി എന്നുള്ള നിലയ്ക്ക്, രാജ്യസഭയുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക്, ചെയർമാൻ എന്നുള്ള നിലയ്ക്കൊക്കെ അദ്ദേഹം എല്ലാ വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെയും അഭിപ്രായങ്ങൾ കേൾക്കണ്ടേ? ഇതുവരെ ഉണ്ടായിരുന്നില്ല ജിൻഡോ, അതാണ് പ്രശ്നം. ഇൻക്ലൂസീവ് പോളിസി അല്ലേ? അല്ല, അങ്ങ് പറയുന്നത് ശരിയാണ്, ഒരു ശരിയായ ജനാധിപത്യ സംവിധാനത്തിൽ പാലിക്കേണ്ട രീതിയുമാണ്. പക്ഷേ ഇതുവരെ ഇല്ലാതിരുന്നത് ഇപ്പോഴുണ്ടാകുന്നു. അതിന്റെ ഭവിഷ്യത്ത് എന്ന നിലയിൽ ഇദ്ദേഹത്തിന് രാജിക്ക് നിർബന്ധിക്കപ്പെടുന്നു. തീർച്ചയായിട്ടും വേണുവിന്റെ ഒബ്സർവേഷൻ കറക്റ്റ് ആണ്. ഇതുവരെ ഇല്ലാത്ത ഒരു ജനാധിപത്യ ബോധം, ഉപരാഷ്ട്രപതി പദവിയിൽ ഇരുന്നിട്ട് ഇതുവരെ കാണിക്കാത്ത ഒരു ജനാധിപത്യ ബോധം ജഗദീപ് ധൻഖർ ഈ സെഷനിൽ കാണിക്കുന്നത് അത് BJPക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയെ കേൾക്കുന്നു, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ കേൾക്കുന്നു, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം കേൾക്കുന്നു, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ഇടം നൽകുന്നു, കാതു കൊടുക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ജനാധിപത്യ രീതി BJPക്ക് ഇഷ്ടപ്പെടാതെ വരുന്നു. അവർ ഭീഷണിപ്പെടുത്തുന്നു, അദ്ദേഹം രാജിവെക്കേണ്ട ഗതികേടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ, ഈ സംഘപരിവാർ സർക്കാർ രാജ്യത്തിന്റെ സകല ഭരണഘടനാ സ്ഥാപനങ്ങളെയും വിരട്ടുകയും വിലപേശുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിന്റെ പ്രത്യക്ഷമായ തെളിവല്ലേ? ബിജെപിക്കുള്ള മറുപടി എന്ന നിലയിൽ ശരി. പക്ഷേ ജിൻഡോ, ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന 2024 ഡിസംബറിൽ അവിശ്വാസ പ്രമേയത്തിന് നീക്കം നടത്തിയ നിങ്ങളുടെ ചീഫ് വിപ്പാണ് ജയറാം രമേശാണ്, മാധ്യമ വിഭാഗത്തിന്റെ പ്രധാന ചുമതലയുള്ള ആളാണ്. ആ ജയറാം രമേശ് തന്നെ ഇപ്പോൾ വിലപിക്കുകയാണ്, അങ്ങ് പോകരുതേ, രാജിവെച്ച് പോകരുതേ, അങ്ങ് ഇവിടെ തുടരണം, അങ്ങ് ഇങ്ങനെ പോകുന്നത് രാജ്യത്തെ കർഷകർക്ക് വേദന ഉണ്ടാക്കും. ഇതെന്ത് സമീപനമാണ്? എന്നിട്ട് P ചിദംബരത്തിന് അത് തള്ളിപ്പറയേണ്ടി വരുന്നു, KC വേണുഗോപാലിന് ആ ഭാഗം ഒഴിച്ചുകൊണ്ട് പ്രതികരിക്കേണ്ടി വരുന്നു. അല്ല വേണു, ഈ കാര്യത്തിൽ കൃത്യമായിട്ട് ഞങ്ങളുടെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ മല്ലികാർജുൻ ഖാർഗെയുടെ നിലപാടാണ്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഏതെങ്കിലും വ്യക്തികൾ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞതാണ്. ജഗദീപ് ധൻഖർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിട്ട് ഒരു വിടവാങ്ങൽ പ്രസംഗത്തിന് പോലും ഇടമില്ലാത്ത രീതിയിൽ ആക്ഷേപിക്കപ്പെട്ട് ഇറങ്ങിപ്പോകുന്ന ആ അവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അദ്ദേഹം ഉപരാഷ്ട്രപതി പദവിയിൽ ഇരിക്കുമ്പോൾ ചെയ്തിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഓരോ ക്രമങ്ങളും ഓരോ ഇടപെടലുകളെയും ഞങ്ങൾ നഖശികാന്തം എതിർത്തിട്ടുണ്ട്. നാളെയും അത് എതിർത്ത് തന്നെ സംസാരിക്കും. ശരി, അവസാനമായി ബിജു നായർ ഇതിനുള്ള മറുപടി. മാത്രമല്ല ഒരു കാര്യം കൂടി കേൾക്കുന്നുണ്ട്. ഈ ഒറ്റ സെക്കൻഡ് സാർ, ഈ പറയുന്ന യശ്വന്ത് വർമ്മയുടെ കാര്യത്തിൽ മാത്രമല്ല, ഒരു സൂചന കൂടി ജഗദീപ് ധൻഖർ നൽകുകയുണ്ടായി. അത് ഈ പറയുന്ന ശേഖർ യാദവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് എന്തായാലും BJP ആഗ്രഹിക്കുന്നതല്ല. യശ്വന്ത് വർമ്മയുമായി ബന്ധപ്പെട്ട കാര്യം BJP നിശ്ചയമായും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ചേർന്ന് ഏതാണ്ട് 153ഓളം പേരെന്തോ ഒപ്പിട്ടിരിക്കുന്ന ഒരു പ്രമേയം ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തുടർ നടപടികളിലേക്ക് ലോക്സഭ കടക്കാനും പോകുന്നത്. അതിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് യശ്വന്ത് വർമ്മ ഈ പറയുന്ന ധൻഖർ കയറിയെന്നതാണല്ലോ ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അങ്ങും അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ശേഖർ യാദവിൻ്റെ കാര്യത്തിലും പ്രതികരണം നടത്തുകയുണ്ടായി ധൻഖർ. 55 പേരത് ഒപ്പിട്ടിട്ടുണ്ട്, അതും നമ്മുടെ മുന്നിലുണ്ട് എന്നു വെച്ചാൽ അതും പരിഗണിക്കപ്പെടുമെന്ന സൂചന. ഈ ശേഖർ യാദവ് കേന്ദ്ര സർക്കാരിനെയും മോദിയൊക്കെ സംബന്ധിച്ച് വളരെ പ്രിയപ്പെട്ട ആളാണ്. അദ്ദേഹം ഈ VHPയുടെ പരിപാടിയിൽ പോയി എന്തൊക്കെയാണ് പ്രതികരിച്ചത് എന്നത് ഈ രാജ്യം കേട്ടതാണ്. അപ്പോൾ ഈ പറയുന്ന മറ്റൊരു സത്യപാൽ മാലിക് ആകാൻ പോകുന്നു ധൻഖർ എന്ന ഭയമാണോ
ഈ നിർബന്ധിത രാജിയിലേക്ക് നയിച്ചത്? അങ്ങനെയെങ്കിൽ ഈ പറയുന്ന നമ്മൾ ഈ നിങ്ങളൊക്കെ പ്രയോഗിക്കാറുണ്ടല്ലോ, റഹീം വേഗം, അങ്ങനെയെങ്കിൽ ഈ കബോർഡിൽ ഒരുപാട് സ്കെലിറ്റൻസ് ഉണ്ടെന്ന് നിങ്ങളെ പോലുള്ള ആളുകൾ പറയുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ, അതാണോ നിങ്ങൾ ഭയക്കുന്നത്? ഒറ്റ മിനിറ്റ് ബിജു, സമയം കഴിഞ്ഞു. റഹീം വേഗം. അതായത് ഈ ശേഖർ യാദവിന്റെ പ്രശ്നത്തിൽ ഞങ്ങൾ നേരത്തെ ഇംപീച്ച്മെന്റ് നോട്ടീസ് കൊടുത്തതാണ്. അതിനെ ടെക്നിക്കൽ റൗണ്ടിൽ തള്ളാൻ വേണ്ടി പരമാവധി നന്നായി ശ്രമിച്ചയാളാണ് ശ്രീ ജഗദീപ് ധൻഖർ. അത് BJPയുടെ നിർദ്ദേശപ്രകാരമായിരിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇനി ഈ ലോക്സഭയിൽ മാത്രം ഇപ്പോൾ ഈ വർമ്മയുടെ ഇംപീച്ച്മെന്റ് വന്നാൽ മതി, രാജ്യസഭയിൽ ഇത് വരേണ്ടതില്ല എന്ന് പറയാൻ കാരണം രാജ്യസഭയിൽ ശേഖർ യാദവിനെതിരെ ഉള്ള പ്രശ്നം വീണ്ടും ചർച്ചയ്ക്ക് സജീവമാകാൻ സാധ്യതയുണ്ട്. ലോക്സഭയിലും വന്നേക്കാം, പക്ഷേ രാജ്യസഭയിൽ എന്തായാലും അത് സംബന്ധിച്ച് വീണ്ടും അത് ആ പ്രശ്നം ഊന്നി നിൽക്കും. അപ്പോൾ ശേഖർ യാദവിനെ സംരക്ഷിക്കുക, BJPയുടെ വർഗീയ അജണ്ടകളെ സംരക്ഷിക്കുക എന്നൊരു പ്രശ്നം കൂടി ഉണ്ട് അതിനകത്ത്. ശരിയാണ്. സന്ദർഭോചിതമായി സൂചിപ്പിച്ചു. ശരിയാണ്. അവസാനമായി ബിജു, അങ്ങയുടെ മറുപടിയോടെ ചർച്ച അവസാനിപ്പിക്കാം. അതെ, ഇപ്പം വേണു, താങ്കൾ ചോദിച്ച ചോദ്യം വളരെ കൃത്യമായിരുന്നു. എന്തുകൊണ്ട് വളരെ ഏകപക്ഷീയമായ രീതിയിൽ എല്ലാ ലീഡർഷിപ്പും തന്നിലേക്ക് സ്വരൂപിച്ചുകൊണ്ട് അദ്ദേഹം ഈ യശ്വന്ത് വർമ്മയുടെ കാര്യത്തിൽ ഇടപെട്ടു? അത് കോൺഗ്രസുമായി വളരെ സഹവർത്തിത്വത്തോടു കൂടിയാണ് അദ്ദേഹം അത് ചെയ്തത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചത് കോൺഗ്രസ് പ്രതിനിധി തീർത്തും അവഗണിച്ചിരിക്കുകയാണ്. ആ ചോദ്യത്തിന് യാതൊരു ഉത്തരവുമില്ല. അതാണ് അവിടെ സംഭവിച്ചത്. ഒരേ ദിശയിലേക്ക് റഹീം അല്ല ശ്രീ ബിജു ആ പറയുന്നതിൽ അർത്ഥമില്ല. ബിജു, അതായത് ഇവിടെ ഈ ശേഖർ വർമ്മയുടെ കാര്യത്തില് ഞങ്ങൾ എഴുതി കൊടുത്തതാണ്. ശേഖർ യാദവിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ ആ ഇംപീച്ച്മെന്റ് നോട്ടീസ് കൊടുത്തയാളാണ്. അപ്പൊ ഞങ്ങൾ അതെ ഞങ്ങൾ അല്ല രണ്ടാമതും കൊടുത്തു. നമ്മുടെ ആദ്യം കൊടുത്തു, അതോടൊപ്പം തന്നെ രണ്ടാമത് ജസ്റ്റിസ് വർമ്മയുടെ കാര്യത്തില് ഞങ്ങൾ കൊടുത്തു ഇംപീച്ച്മെന്റ്. ആ ഇംപീച്ച്മെന്റ് നോട്ടീസ് കൊടുത്ത ഞാൻ ഉൾപ്പെടെയുള്ള MPമാർ, ഇടത് MPമാർ കൊടുത്തു, മറ്റെംപിമാർ കൊടുത്തു, കോൺഗ്രസ് MPമാർ കൊടുത്തു. ആ കൊടുത്ത ഞങ്ങളല്ലേ കൊടുത്തത്. അതിൽ ഭരണപക്ഷം വരാത്തതിന് ഞങ്ങളെന്ത് പിഴച്ചു? ശരി, സമയം കഴിഞ്ഞു. വേഗം ബിജു. അല്ല, അപ്പൊ അവിടെയാണ് ലോക്സഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്നുകൊണ്ട് ഈ ഇംപീച്ച്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള വളരെ വ്യക്തമായ പ്രതിപക്ഷത്തിന്റെ ഒപ്പോടുകൂടിയുള്ള ഒരു നീക്കം നടക്കുമ്പോൾ അതിനെ അട്ടിമറിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് ആണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പൊ ആ ഒരു പ്രശ്നം ഒരു ഒരു ക്രൈസിസിലോട്ട് ഉപരാഷ്ട്രപതി തന്നെ രാജിവെച്ചു. അത്ര ഇവിടെ സംഭവിച്ചു. അതിനെ അട്ടിമറിക്കുന്നു എന്ന് അങ്ങനെ ആരോപിക്കാൻ പറ്റും? അല്ലല്ല, ഒരട്ടിമറിയില്ല. രണ്ട്, ആരുടെയും നിയന്ത്രണത്തിന് വിധേയമായല്ല ഞങ്ങളെല്ലാവരും ഒപ്പിട്ട് കൊടുത്തേ. ഇനി രണ്ട്, മൂന്നാമത് പറയട്ടെ, അങ്ങനെ വന്നാൽ ഒരു അട്ടിമറിയില്ല. പ്രൊസീഡിങ്സ് നടക്കും. പ്രൊസീഡിങ്സിൽ ഒറ്റ വ്യത്യാസം ഉണ്ടാവും. മറ്റത് ഓം ബിർള മാത്രം ഇരിക്കും, ലോക്സഭാ സ്പീക്കർ മാത്രം ഇരിക്കും. ഇങ്ങനെയാണെങ്കിൽ രാജ്യസഭാ ചെയർമാനും ലോക്സഭാ സ്പീക്കറും ഒരുമിച്ചിരുന്ന് ഇംപീച്ച്മെന്റ് നടത്തും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അല്ല, ടെക്നിക്കാലിറ്റിയിൽ തന്നെയാണ് അവിടുത്തെ പ്രശ്നം. പക്ഷേ ഒത്തൊരുമിച്ചുകൊണ്ട് സമയം കഴിഞ്ഞ് എന്തായാലും കോൺഗ്രസുമായി ധൻഖർ അടുക്കുന്നു എന്നത് തന്നെയാണ് മോദിയെ ചൊടിപ്പിച്ചത് എന്നാണ് BJP സഹയാത്രികനായ ബിജുവിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.